ഈ കണക്ഷൻ ഒഴിവാക്കാൻ വന്നിട്ടും റീഡിങ്ങിന് വന്നിട്ടൊന്നും നമ്മളവരെ ആക്രമിച്ചിട്ടില്ല ഇതുവരെ. അത് അവർ പറയുന്ന കള്ളത്തരാണ്. പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് ഇനിയൊന്നില്ല, ഒരു കാലത്തും അങ്ങനെ ഉണ്ടാവില്ല. തന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി പറയും. പോലീസോ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് കിട്ടും. ഉറപ്പ് കിട്ടണ്ടേ? കോടതിയല്ല, KCB അവർ ജീവൻ പണയം വെച്ചിട്ട് പോവോ? നമസ്കാരം. വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്നുള്ള കണക്ഷൻ വിച്ഛേദിക്കൽ ഇപ്പോൾ തിരുവമ്പാടിയിൽ ഒരു മനുഷ്യാവകാശ പ്രശ്നമായി മാറിയിരിക്കുന്നു. കണക്ഷൻ വിച്ഛേദിക്കുകയും പിന്നീട് ഓൺലൈനിലൂടെ പണമടച്ചെങ്കിലും അത് പുനഃസ്ഥാപിച്ചു നൽകാൻ താമസം വന്നപ്പോൾ ഉടമസ്ഥന്റെ മകൻ അതിക്രമം കാട്ടുന്നു. ഓഫീസ് ആക്രമിച്ചു, ജീവനക്കാരുടെ ദേഹത്തേക്ക് മാലിന്യാഭിഷേകം നടത്തിയെന്നതാണ് പരാതി. ഈ പ്രവൃത്തിയാണ് KSEBയെ പ്രകോപിപ്പിച്ചത്. വീണ്ടും വൈദ്യുതി വിച്ഛേദിച്ചു. ഇപ്പോൾ മണിക്കൂറുകളായി കറണ്ടും വെള്ളവുമില്ലാത്ത ദുരിതത്തിലാണ് വൃദ്ധരും രോഗിയുമായ പ്രതിയുടെ മാതാപിതാക്കൾ. അവർ വീട്ടിൽ കയറാതെ പ്രതിഷേധത്തിലാണ്. അക്രമം കാട്ടില്ലെന്ന് ഉറപ്പ് തന്നാൽ കണക്ഷൻ പുനഃസ്ഥാപിക്കാം എന്നാണ് മന്ത്രിയുടെ നിലപാട്. KSEBയും അതേ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. മകൻ അക്രമം കാട്ടിയതിന് പാവം മാതാപിതാക്കൾ എന്തു പിഴച്ചു? അതിക്രമം കാട്ടിയാൽ വൈദ്യുതി വിച്ഛേദിക്കുന്നത് എവിടുത്തെ ന്യായമാണ്? KSEBയുടേത് മനുഷ്യാവകാശ ലംഘനമോ? ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു. സ്വാഗതം. നമുക്കൊപ്പം അതിഥികളായി പങ്കെടുക്കുന്നവർ മറിയം അജ്മലിന്റെ മാതാവാണ്. ഒപ്പം ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയ സെയ്തലവി, ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലോക്കോസ് എന്നിവരാണ്. നമ്മൾ KSEB വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഹരിലാലിനെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം അജ്മലിന്റെ മാതാവിലേക്കാണ്, ശ്രീമതി മറിയം. നിങ്ങൾ രണ്ടുപേരും ഇന്നലെയും ഇന്നുമൊക്കെ പ്രതിഷേധിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് എത്ര മണിക്കൂറായി? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം 24 മണിക്കൂറാവാൻ പോവുകയാണ്. അവിടെ ഇന്നലെ ഒരു 2:30 ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അതെ, അതായത് വൈദ്യുതിയും കറണ്ടും ഒന്നുമില്ല. അപ്പോൾ അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ? അതെ. ഇത് ഈ സംഭവം തുടക്കമുണ്ടായത് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം വ്യാഴാഴ്ചയാണ് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നത്. അത് പണമടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് ഓൺലൈനിലൂടെ മകൻ പണമടയ്ക്കുന്നു. പക്ഷേ പുനഃസ്ഥാപിച്ച് കിട്ടാൻ കുറച്ച് സമയം വൈകി, അതായത് പിറ്റേ ദിവസവും മറ്റോ പുനഃസ്ഥാപിക്കുന്നു. ഇത് മകനെ പ്രകോപിപ്പിച്ചിരുന്നു. ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ ചോദിച്ചത് വന്നപ്പോ അവര് ചെറുതായി പിന്നെ ഇത് ഫീസ് ഇടാൻ വന്ന സമയത്ത് വൈകിയതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നേരം വൈകിയത് എന്നുള്ളത് ചോദിച്ച് കുറച്ച് ഒരു ഗൗരവത്തിലാണ് ചോദിച്ചത്. ഇത്ര മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടാണ് വീട്ടിൽ ഇതേമാതിരി ഭക്ഷണങ്ങളും മരുന്നുകളും ഒക്കെ ഫ്രിഡ്ജ് വെക്കേണ്ട കാര്യങ്ങളുള്ളതുകൊണ്ട് പിന്നെ താമസിച്ചുകൊണ്ട് അവരോട് ഇങ്ങനെ നേരം വൈകിയത് എന്താണെന്നുള്ളൊരു അങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. അതിനുപോലും മക്കളെ പേരിൽ കേസും പരാതിയൊക്കെ ആയിട്ട് പേപ്പറിൽ ഒക്കെ കൊടുത്തോലെ പരാതിയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ മർദ്ദിച്ചു എന്ന തരത്തിലേക്കാണല്ലോ KSEB, അതായത് കണക്ഷൻ വിച്ഛേദിച്ച ലൈൻമാൻ പ്രശാന്ത്, സഹായി അനന്തു എന്നിവരെ വെള്ളിയാഴ്ച മർദ്ദിച്ചു എന്ന തരത്തിലേക്കാണ് KSEBയുടെ ഭാഗത്തു നിന്നുള്ള പരാതി വന്നിട്ടുള്ളത്. അതായത് കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകാൻ വൈകി, മണിക്കൂറുകൾ വൈകിയിട്ടുണ്ട്, പിറ്റേ ദിവസമായി. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ അസ്വസ്ഥനായി പ്രകോപിതനായ മകൻ ഇവരെ മർദ്ദിക്കുന്നു എന്നുള്ളിടത്താണ് പരാതി കൊടുക്കുന്നത്, പോലീസ് കേസെടുക്കുന്നത്. പക്ഷേ അതിൽ അറസ്റ്റ് ചെയ്യുകയോ അത്തരം നടപടികളിലേക്കൊന്നും പോലീസ് പോവുകയോ ചെയ്തിട്ടില്ല.
പിന്നീട് KSEB പറയുന്നത് അവരുടെ ഓഫീസിലേക്ക് ചെല്ലുന്നു മകൻ, അവിടെ അതിക്രമം കാട്ടുന്നു എന്നുള്ളതാണ്. അതിനൊരുപക്ഷെ മകനെ പ്രകോപിപ്പിച്ചത് ഈ പോലീസ് കേസ് ആകാം എന്നാണ്. അപ്പോൾ താങ്കൾ ഇതിൽ മകൻ പിന്നീട് അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതായി താങ്കൾക്കറിയാമോ? KSEB ഓഫീസിലേക്ക് പോവുകയോ അവിടെ അതിക്രമം കാട്ടുകയോ ചെയ്തതായി താങ്കൾക്കറിയാമോ? ഓഫീസിലേക്ക് പോലും പോയിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ട്. അവിടെ പിന്നെ അക്രമമൊന്നും അവർ കാണിച്ചിട്ടില്ല. അവർ രണ്ടുപേരും ചെന്നപ്പം അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അവരെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അവിടെ 10-15 ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവിടെ ഒന്ന് എന്തിനാണ് ഞങ്ങളെ പേരിൽ ഇങ്ങനെ കേസ് എടുത്തത്, എന്താ ഞങ്ങൾ ചെയ്ത് കുറ്റമൊന്നും ചോദിച്ചിട്ടേ ഉള്ളൂ. അതിനാണ് പോലെ അവിടെ ഇരുന്ന് ഇവരെ മേലിട്ടിട്ട് ഉപദ്രവിക്കുക ചെയ്തത്. പിന്നെ അവർ പോകുന്നതിൻ്റെ ശേഷം പിന്നെ അവിടുത്തെ ജീവനക്കാരാണ് അവിടുത്തെ സാധനങ്ങളെല്ലാം തല്ലി പൊട്ടിച്ച് നശിപ്പിക്കപ്പെട്ടത്. അല്ലാതെ മക്കള് ചെയ്തതല്ല. ജീവനക്കാരുടെ ദേഹത്തേക്ക് അറിയാം. അതെ, ജീവനക്കാരുടെ ദേഹത്തേക്ക് മക്കളോട് ഭക്ഷണം ഒഴിച്ചു, പഴയ ഭക്ഷണം ഒഴിച്ചു, പ്രഷർ കുക്കറിൽ കൊണ്ടുപോയ ഭക്ഷണം അവരുടെ ദേഹത്തേക്ക് ഒഴിച്ചു എന്ന് പറയുന്നത്, അത് ചീത്തയായി പോയ ഭക്ഷണം. കൂടാതെ അവിടുത്തെ ഓഫീസിൽ അതിക്രമം കാണിക്കുന്നു, കമ്പ്യൂട്ടർ അടിച്ചു തകർക്കുന്നു. അങ്ങനെ 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം വേണം എന്നൊരാവശ്യം, അത്രയും നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് KSEBക്ക് എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താങ്കൾ പറയുന്നത് അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല, തിരിച്ചിങ്ങോട്ടേക്ക് ആക്രമിക്കുകയായിരുന്നു, പിന്നെ ഈ ജീവനക്കാർ തന്നെയാണ് ഓഫീസ് അടിച്ചു തകർത്തത് എന്നതാണ് താങ്കൾ പറയുന്നത്, അല്ലേ? അതെ, ജീവനക്കാരെ തന്നെയാണ് തല്ലിച്ചതച്ചത്. ഞാൻ മക്കളോട് ചോദിച്ചു എന്താ അങ്ങനെയൊക്കെ ചെയ്തത് ചോദിച്ചത്. അവർ ചെയ്തിട്ട് ഞങ്ങളെ പേരിൽ കേസ് കൊടുത്തതാന്നാ പറഞ്ഞു. അവരിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വീട്ടിലെത്തിയ ഉടൻ തന്നെ മകനും ഒപ്പം തന്നെ ഷെഹദാദ് എന്ന സഹോദരൻ, അജ്മലും ഷെഹദാദും രണ്ടുപേരും കൂടിയാണ് പോയത്, അല്ലേ? അതെ. അപ്പൊ ഇവര് തിരിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നോ ഇത്തരത്തിലേക്കുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളെ മർദ്ദിച്ചു, കൂടാതെ അവർ സ്വയം ഓഫീസ് അടിച്ചു തകർത്തു, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത് അവർ വീട്ടിൽ വന്ന് പറഞ്ഞോ? അവരോട് ഞാൻ ചോദിച്ചു. ഞാൻ ഇവിടെ സ്ഥലത്തില്ല, ഇനി വന്ന സമയത്ത് അവർ സ്റ്റേഷനിലാണുള്ളത്, തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത്. അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചു എന്താ ഈ പറയണത് എന്താണ്, ഇതിൽ ശരിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളെ പേരിൽ അവർ ചെയ്തിട്ട് ഞങ്ങളെ പേരിൽ കുറ്റം ചുമത്തുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അവരെ പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ചെയ്തതെന്നുള്ള തെറ്റ് അവർക്ക് പിന്നെ തെളിയിക്കാൻ കഴിയും. അവരങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ അവർക്ക് കഴിയും. അവിടെ ക്യാമറയും മറ്റുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഇത് തെളിയിക്കാനുള്ള. തല്ലി പൊട്ടിച്ച് പിന്നെ ഇട്ടിട്ട് മറ്റുള്ളവരുടെ പേരിൽ ചുമത്തലല്ലല്ലോ ചെയ്യേണ്ടേ. അവരെന്താ കേസെടുത്ത എന്തിനാ ചോദിച്ചതിന് അവര് പിന്നെ കേസെടുത്ത കാര്യങ്ങൾ പോലെ ചെയ്തിട്ട് പറഞ്ഞോളൂ. ഹലോ, അവർ ചെയ്തിട്ട് പിന്നെ മക്കളെ പേരിലാണ് ചുമത്തിയത്. അതിന്റെ മുന്നേ അവരവിടെ തെറ്റ് ചെയ്തിട്ടില്ല, ഇവിടുന്ന് അവർ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ രണ്ടാമതവിടെ ചെന്നപ്പോൾ അവര് പിന്നെ ഇത് ചോദിച്ചതിനാണ് ഇവർ ഇത്രയും ഉപദ്രവിക്കപ്പെട്ടത്. അതിന് ഒരു കേസ് കൊടുക്കുകയും അവരുടെ പേരിൽ പിന്നെ അവരിപ്പോൾ ജയിലിലാണുള്ളത്. ശരി, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിലവിലുള്ളത് ഇപ്പോൾ 2 പ്രശ്നങ്ങളാണ് നിങ്ങൾ പറയുന്നത്, ഉന്നയിക്കുന്നത്. അതായത് ഒന്ന്, നിങ്ങളുടെ വൈദ്യുതി കണക്ഷൻ ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അത് മണിക്കൂറുകളായി അതേ രീതിയിൽ തുടരും. നിങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്, രോഗികളാണ്, അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ മരുന്ന് സൂക്ഷിക്കേണ്ടുന്നതാണ്, അതൊന്നും കഴിയുന്നില്ല എന്നുള്ളത് തീർച്ചയായും ഗുരുതരമായൊരു കാര്യമാണ്. മറ്റൊന്ന്, ഒരു കുറ്റവും ചെയ്യാത്ത മക്കൾ, അല്ലേ, അവർക്കെതിരെ ഇപ്പോൾ പോലീസ് നടപടി എടുത്തിരിക്കുന്നു. ഇങ്ങനെ ഈ 2 പ്രശ്നങ്ങളാണ് നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്നത്. അതെ, അതവർ തെളിയിക്കട്ടെ, എന്നിട്ട് കുറ്റക്കാർ ആരാണെന്നുള്ളത് പിന്നെ തെളിയല്ലോ. KSEBയിലെ ഓഫീസർമാരോ അല്ലെ നമ്മളെ മക്കളാണോ എന്നുള്ളത് നമുക്ക് തെളിയിക്കാലോ. ഇതിൽ ഈ വൈദ്യുതി പേരിൽ അങ്ങനെ ഇതുണ്ടെങ്കിൽ അവർ അന്വേഷിക്കട്ടെ. അതെ, വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൽ ഒരു വിച്ഛേദിക്കലിലേക്ക് തുടക്കത്തിൽ പോയത് വ്യാഴാഴ്ചയാണ് കണക്ഷൻ വിച്ഛേദിച്ചത്. അതിന് മുൻപ് കുടിശ്ശികയായി നിങ്ങൾക്കിത് കുടിശ്ശികയാണ് എന്ന് അറിയിക്കുകയും പലവട്ടം അറിയിക്കുകയും
പക്ഷേ ആ പണം അടയ്ക്കാതിരിക്കുകയും ചെയ്തു എന്ന് KCB പറയുന്നത് ശരിയാണോ? അല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അവർ നമ്മൾ വിളിച്ചിട്ടില്ല കറണ്ട് ബില്ല് അടക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ സത്യത്തിൽ അത് മറന്നു പോയതാണ്. ഇങ്ങനെ പൈസയും ബില്ലും ഒരാളെടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരടച്ചെന്നുള്ള ധാരണയിലാണ് നമ്മളിത് അടക്കാതെ ആയിപ്പോയത്. ഫീസ് ഊരാൻ വന്ന സമയത്താണ് അവർ അടച്ചില്ല എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത് നമ്മൾ. അല്ല, നിങ്ങളെ KCB ഇത് അടയ്ക്കാൻ വിളിച്ച് പറയുകയോ അങ്ങനെ കയ്യിൽ തന്നെ എനിക്ക് കൊടുത്തിരുന്നു. അല്ല, സാധാരണഗതിയിൽ ഇതിൽ നമുക്ക് ബില്ല് തരുമ്പോൾ അതിൽ കാണുമല്ലോ ഈ ഡിസ്കണക്ട് ചെയ്യാതിരിക്കാൻ ഉള്ള ആ തീയതി, ഇങ്ങനെ പല തീയതികളുണ്ട്, പിഴയോടെ ഉള്ളത് അവസാന തീയതി, അങ്ങനെ പല തീയതികൾ, അതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. അപ്പോൾ ആ തരത്തിലേക്ക് നിങ്ങൾ ഇത്തവണ മറന്നുപോയി എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. പക്ഷേ ഇങ്ങനെ KCBയുടെ ഭാഗത്തു നിന്ന് റിമൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് വിച്ഛേദിക്കാൻ പോവുകയാണെന്ന് പറയുകയോ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് വന്ന് വിച്ഛേദിക്കുമ്പോഴാണ് നിങ്ങൾ ഇത് അടച്ചിട്ടില്ല എന്നതുപോലും അറിഞ്ഞത് എന്നാണ് താങ്കൾ പറയുന്നത്. അത് ഈ പൈസ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഓൺലൈനായിട്ട് അടക്കാൻ വേണ്ടി നമ്മൾ പൈസയും ബില്ലും പിന്നെ നമ്മളവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ സാധാരണ അങ്ങനെ അടക്കുന്ന ആളാണ്. അവരെ കയ്യിൽ നിന്ന് അത് അടക്കാൻ സമയം വൈകിപ്പോയതാണ്. വൈകിയത് ഇവർ വന്ന് ഊരാൻ വന്ന സമയത്താണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിനി ബില്ല് ഞങ്ങൾ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഞാൻ അടച്ചോളാം, നിങ്ങൾ ഫീസ് ഊരിക്കൊണ്ട് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അവിടെ അവർ വേണമെങ്കിൽ അവിടെ വന്ന് അടച്ചോട്ടെ എന്നാ പറഞ്ഞു. പിന്നെ ഇത് ആദ്യത്തെ സംഭവമാണോ? അറിഞ്ഞപ്പോൾ തന്നെ അടക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, അത് ഓൺലൈനായി അടച്ചു എന്നുള്ളത് ഇത് ആദ്യത്തെ സംഭവമാണോ? ഇങ്ങനെ ഈ വൈദ്യുതി കണക്ഷൻ ആദ്യത്തെ സംഭവമാണ്. ഇതിനു മുൻപ് അത്തരത്തിലേക്ക് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്ന ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ സംഭവമാണ്. ഇല്ല, ഇനി സാധാരണ നിലയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വന്നിട്ട് നമ്മളോട് പറയൂ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ. അത് അപ്പം തന്നെ അതിന് അടക്കാനുള്ള കാര്യങ്ങൾ നോക്കലുണ്ട്. നമ്മൾ ഇതുവരെ വേറെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതിൽ പക്ഷേ KCB പറയുന്ന ഒരു കാര്യമുണ്ട് ശ്രീമതി മറിയം, ഇത് ഈ തരത്തിലേക്ക് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നവർ പറയുകയാണ്. കൂടാതെ എത്ര വൈദ്യുതി കണക്ഷനുകൾ ഉണ്ട് എന്നത് താങ്കൾക്ക് അറിയാമോ? ആകെ 15ഓളം മീറ്ററുകളുണ്ട്. അത് ഏതാണ്? കടകളോ അങ്ങനെ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ, 15ഓളം എന്നാണ് താങ്കൾക്ക് ഇപ്പോൾ, അത്രയുമേ താങ്കൾക്ക് അത് പറയാൻ കഴിയുന്നുള്ളൂ എന്ന് തോന്നുന്നു. അതിൽ കമേഴ്ഷ്യൽ കണക്ഷനുകളാണ് കൂടുതലും അല്ലേ? എങ്ങനെ? ഈ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷനാണ് ഇതിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ KSEB പറയുന്നത് എന്താണ് എന്ന് കൂടി ഞാൻ താങ്കളെ ഒന്ന് അറിയിക്കാം. ബില്ലടയ്ക്കാതെ കണക്ഷൻ വിച്ഛേദിക്കാൻ എത്തുമ്പോൾ വാക്കുതർക്കവും ഭീഷണിയും പതിവാണ്. ഇതാണ് KSEB പറയുന്നത്. KSEBയുടെ ചെയർമാൻ്റെ വാർത്താക്കുറിപ്പ് അല്പസമയം മുൻപ് വന്നതിലുള്ള ഒരു വാചകമാണ്. ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നു. അത് അങ്ങനെയുള്ളതാണോ? അങ്ങനെ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവലില്ല. ഇപ്പോൾ ഈ അടിച്ചു നിരത്തി എന്നൊക്കെ പറയുന്ന ടീം തന്നെയല്ലേ ഇത് പറയണേ. മക്കൾ പോയി അടിച്ചു നിരത്തി എന്ന് പറഞ്ഞ ടീമാണല്ലോ ഇതൊക്കെ പറഞ്ഞിട്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തും പറയാലോ. ശരി, അപ്പോൾ ഞാൻ താങ്കളിലേക്ക് എത്താം. താങ്കൾ തുടരുമല്ലോ നമുക്കൊപ്പം ചർച്ചയിൽ. ശ്രീ സെയ്ദ് അലവി, താങ്കളാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ പരാതി കൊടുത്തത്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇടപെടൽ നടത്തുന്നു. KSEBക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്കൾക്കിതിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പരാതിയുമായി പോകാൻ താങ്കളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഇതിൽ ഈ വൃദ്ധരായ മാതാപിതാക്കളുടെ ഒരു അവസ്ഥ എന്നുള്ളതാണോ താങ്കളെ ഇങ്ങനൊരു കൃത്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? ഇവരുടെ ഉപ്പ ഒരു ഹാർട്ട് പേഷ്യൻ്റ് കൂടെയാണ്. ഇന്നത്തെ കാലത്ത് വൈദ്യുതി വളരെ
അവിഭാജ്യ ഘടകമാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇത് തീർത്തും നിയമവിരുദ്ധമായിട്ടാണ് ഇവർ വിച്ഛേദിച്ചിട്ടുള്ളത്. കാരണം ആദ്യം അടക്കാതിരുന്നതിന് ഫീസ് കട്ട് ചെയ്തിരുന്നത് പിന്നീട് പണം അടച്ചതിന് ശേഷം പുനഃസ്ഥാപിച്ചതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പൈസ ഒന്നും തന്നെ KSEBക്ക് അടക്കാനില്ല. പിന്നെ ഇതിൽ രസകരമായ ഒരു തമാശയായിട്ട് തോന്നിയത് മന്ത്രിയുടെ ഭാഗത്തു നിന്നും KSEBയുടെ ഭാഗത്തു നിന്നും ഇനി കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അക്രമം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞെന്ന് ഈ വാർത്തയിൽ തന്നെ കേട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഈ 2 അക്രമം നടത്തി എന്ന് പറയപ്പെടുന്ന ഇവരുടെ മക്കൾ റിമാൻഡിലാണ്. എന്ന് പറഞ്ഞാൽ ഈ വയോധികർ വന്നിട്ട് ആക്രമിക്കും എന്നാണോ അതോ തിരുവമ്പാടിയിലെ നാട്ടുകാർ മൊത്തം KSEBയെ ആക്രമിക്കും എന്നാണോ ഉദ്ദേശിച്ചത് എന്നും മനസ്സിലാവുന്നില്ല. മന്ത്രിതലത്തിലാണെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്തണ്ടേ എന്ത് കാര്യം പറയുന്നതിനും. ഹലോ, അതെ, ഞാൻ കേൾക്കാൻ കഴിയുന്നുണ്ട്. അതായത് മന്ത്രി പറഞ്ഞ ഒരു വാചകം ഞാൻ കോട്ട് ചെയ്യാം. ഇത് പുനഃസ്ഥാപിക്കാൻ പോകാൻ ജീവനക്കാർക്ക് ധൈര്യമില്ല. ഇതാണ് മന്ത്രി ഞങ്ങളുടെ പ്രതിനിധിയോട് ഇന്ന് രാവിലെ പറഞ്ഞത്. ഇനി അക്രമം ഉണ്ടാകില്ല എന്ന് എന്താണ് ഉറപ്പ്? ഈ ജീവനൊക്കെ പണയം വെച്ച് അങ്ങനെ ജീവനക്കാർക്ക് പോകാൻ കഴിയുമോ? ഇത്ര വലിയ അക്രമം നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പുനഃസ്ഥാപിക്കാൻ തയ്യാറാണ്, പക്ഷെ പോകാൻ ധൈര്യമില്ല. അതെ, അതുതന്നെയാണ് ചോദിച്ചത്. ഇപ്പം ഇവരുടെ മക്കൾ 2 പേര് അവിടെ അക്രമം നടത്തി എന്ന് പറഞ്ഞതിൻ്റെ മുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ റിമാൻഡിലാന്ന്, അവർ സ്ഥലത്തില്ല. പിന്നെ പ്രായമായ രോഗിയായിട്ടുള്ള ഈ മാതാപിതാക്കൾ ആക്രമിക്കും എന്നാണോ ഉദ്ദേശിച്ചത്? അതല്ല എങ്കിൽ തിരുവമ്പാടി നാട്ടുകാർ മൊത്തത്തിൽ ഇവരെ ആക്രമിക്കും എന്നാണോ മന്ത്രി എന്താണ് ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ KSEB ഉദ്യോഗസ്ഥർ എന്താണ് ഉദ്ദേശിച്ചത്? അതെ, നമുക്ക് അതിലിപ്പോ ഒരു പക്ഷേ എന്താണ് ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ഹരിലാൽ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹം KSEB വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ ഹരിലാൽ, ഇവിടെ മന്ത്രി ഉദ്ദേശിച്ചത് എന്തായിരിക്കാം എന്നതിൽ ഒരു അവ്യക്തതയുണ്ട്. അതായത് ഇപ്പോൾ ഈ 2 പേരും ആക്രമിച്ചു എന്ന് പറയുന്ന 2 പേരും റിമാൻഡിലാണ്. പിന്നെ ബാക്കി വീട്ടിലുള്ളത് മാതാപിതാക്കളാണ്. അവർ വൃദ്ധരാണ്, രോഗികളാണ്. നമ്മൾ കണ്ടല്ലോ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്. ആരെ ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു നിലപാട് മന്ത്രി സ്വീകരിച്ചത്? ഇപ്പോൾ KSEB ചെയർമാൻ്റെ വാർത്താക്കുറിപ്പ് വരുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. ഉറപ്പ് കിട്ടണം, കണ്ടീഷണലാണ്. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ തയ്യാറാണ്, പൈസയൊക്കെ അടച്ചിട്ടുണ്ട്. പക്ഷേ അല്ല, ഇങ്ങനെ ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ആരെ പേടിച്ചിട്ടാണ്? അത് പറയാൻ മന്ത്രിയാണെങ്കിലും ചെയർമാനാണെങ്കിലും പറയാൻ നിരവധിയായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ പ്രതികളുടെ ഉമ്മ തന്നെ ചില കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ. അതിനിടയിൽ തന്നെ ചില സത്യം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇങ്ങനെ മുടങ്ങിയാൽ വന്ന് പറയാറുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് സ്ഥിരമായി സംഭവിക്കുന്നൊരു സംഗതിയാണെന്ന് പറയുന്നത് വസ്തുതയാണ്. മീഡിയയ്ക്ക് തന്നെ ഈ കൺസ്യൂമർ വെച്ചിട്ട് ഡേറ്റ എടുത്താൽ മനസ്സിലാകും. നിരവധി തവണ ഡിഫാൾട്ടറായി ഫിസിക്കലായി DC ചെയ്തതിന് ശേഷമാണ് ഇവർ അടയ്ക്കാറുള്ളത്. ഇത് പല ഘട്ടത്തിലും ഈ അജ്മലും സഹോദരനും പിന്നെ അവരുടെ സുഹൃത്തുക്കളുമൊക്കെ ഇലക്ട്രിസിറ്റി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാനും മുതിർന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേരളീയ സമൂഹത്തിന് ഉപഭോക്താക്കൾക്കറിയാം, നേരെ ചെന്ന് ലൈനിൽ ആരുടെയും കട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഒരു തവണ മറന്നു പോകുന്നവർ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിലുപരി നിരവധി തവണ ചെന്ന് പറഞ്ഞ് നമ്മൾ ആ പ്രിമിസിസിലെ ഫ്യൂസ് വരെ ഊരിക്കൊണ്ടു പോകുന്നുണ്ട്. അല്ലാതെ നമ്മൾ പോസ്റ്റേക്കറി കട്ട് ചെയ്യില്ല. പലതവണ ഇവരെ കായികമായി ആക്രമിക്കാൻ തയ്യാറായതിനെ തുടർന്നാണ് അവരുടെ പ്രിമിസിസിലെ മീറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ഫ്യൂസ് കട്ടൗട്ടർ ഫ്യൂസിൽ നിന്നോ ഊരാതെ പോസ്റ്റയിൽ കയറി കട്ട് ചെയ്യുന്ന അവസ്ഥ വന്നത്. അതുമാത്രമല്ല, കട്ട് ചെയ്തതിന് ശേഷം ഇവർ ഓൺലൈൻ പണം അടച്ചെന്നറിഞ്ഞിട്ട് ജീവനക്കാർ താമസമിനാ പോയി ആ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ചെല്ലുമ്പോഴാണ് തല്ലുന്നത്. അല്ല, താമസമിന എന്നുള്ളത് തെറ്റ്. കാരണം താമസമിന അല്ല ഹരിലാൽ. കാരണം വ്യാഴാഴ്ചയാണ് ഓൺലൈൻ വഴി പൈസ അടയ്ക്കുന്ന. വ്യാഴാഴ്ച വിച്ഛേദിക്കുന്നു, അപ്പോൾ തന്നെ പൈസ അടയ്ക്കുന്നു. വെള്ളിയാഴ്ചയാണ് ഇത് പുനഃസ്ഥാപിക്കാൻ ചെല്ലുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു പ്രശ്നം, ഈ ഫ്രിഡ്ജിലൊക്കെ മരുന്ന് സൂക്ഷിക്കുന്നതാണ്. ഈ മരുന്ന് കഴിച്ച് ജീവിക്കുന്നവരാണ്, ഗുരുതരമായ രോഗമുള്ളവരാണ്, പക്ഷാഘാതവും ഹൃദയാഘാതവും ഒക്കെ വന്ന ആളുകളാണ്. അപ്പൊ അല്ല, താങ്കളൊന്ന് കേൾക്കൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് 1 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായി പണമടയ്ക്കുക എന്നുള്ളത് ഒരു ഉപഭോക്താവിന്റെ കടമയാണ്. അത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. പക്ഷെ അത് മറന്നുപോയി. ശരി, പണം അടച്ചു കഴിയുമ്പോൾ പിന്നെ താമസം വിന താങ്കൾ പറഞ്ഞതുപോലെ അത് റീകണക്ട് ചെയ്ത് കൊടുക്കേണ്ടേ? അല്ല, ഇത് പറഞ്ഞോട്ടെ.
പറഞ്ഞോട്ടെ, അതെന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ഷൻ്റെ ബാക്കി വർക്കിലൂടെ നിൽക്കുകയാണല്ലോ. ജീവനക്കാർ ഫീൽഡിൽ നിൽക്കുന്നവരാണ്. പണം അടച്ചു കഴിഞ്ഞാൽ ഇത് ഓഫീസിൽ വന്നും ഇല്ല ഇവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് നിൽക്കുന്ന ജോലി തീർത്തിട്ടാണ് ചെയ്യാൻ കഴിയുക. ഒന്ന്. രണ്ട്, ഇവിടെ അവർ തന്നെ പറഞ്ഞു ഈ ഒരു കണക്ഷനല്ല 15-ൽ പരം കണക്ഷൻ അവർ കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ മരുന്ന് സൂക്ഷിക്കുന്നതെന്ന് ഞാനിവിടെ വാദത്തിന് അതിന് കൗണ്ടർ ചെയ്യുന്നില്ല. പക്ഷേ വസ്തുത എന്താണെന്ന് കേട്ടോണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകും. അവർക്ക് ഒന്നിലൊന്നല്ല 15-ലധികം കണക്ഷനുള്ളവരാണ്. രണ്ട്, അവിടെ പെട്ടെന്ന് ഒരൊറ്റയ്ക്കൊരു ലൈൻമാൻ പോയി ആ വീട്ടിൽ പോയി ചെയ്യില്ല. കാരണം ഇതിനു മുന്നേ ഉള്ള ഈ കയ്യേറ്റത്തിൻ്റെയും ഭീഷണിയുടെയും നിൽക്കുന്നതിൻ്റെ പേരിൽ കൂടുതൽ ജീവനക്കാരും കൂടി ഇല്ലാതെ ആ വീട്ടിലേക്ക് പോകാൻ ധൈര്യപ്പെടുന്നില്ല. മനസ്സിലാവും. ഇവിടെ തന്നെ അത് തന്നെ പറഞ്ഞേ, ഒരാൾ ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ കഴിയില്ല. അത് ആ ഉപദ്രവിച്ചതിന് ശേഷം ഒന്ന് കേൾക്കൂ. ഉപദ്രവിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഈ ജീവനക്കാർ അവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു, പരാതി കൊടുത്തു. പരാതി പോലീസ് സ്റ്റേഷനിൽ ചെന്നത് എനിക്കെതിരെ പരാതി കൊടുക്കാനായോ എന്ന് ചോദിച്ച് ഭീഷണിയുമായിട്ടാണ് ആ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൈ കരുതിയിരുന്ന സാധനങ്ങളെ കുറിച്ച് നമുക്കറിയാമല്ലോ. പഴയ മീൻകറിയും ആ വീട്ടിലെ വേസ്റ്റ് വെള്ളവും ഒക്കെ പ്രത്യേക പാത്രത്തിൽ കരുതി കൊണ്ടുവന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ തലവഴി ഒഴിക്കുകയും അതോടൊപ്പം ഉള്ള ജീവനക്കാരെ തല്ലുകയുമാണ് ചെയ്യുന്നത്. രാവിലെ അവിടെ നടക്കുന്ന കാര്യം എന്താണ്? കോഴിക്കോടിൻ്റെ തിരുവമ്പാടി മാത്രമല്ല വിവിധ ഭാഗങ്ങളിൽ സപ്ലൈ പോയിട്ടുണ്ട്, അതുപോലെ മെയിൻ്റനൻസ് ഓഫീസിട്ടുണ്ട്. അത്തരം ജോലികൾ ക്രമീകരിക്കുന്ന ജോലിയാണ് ഈ സൺറൈസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ ഇപ്പം തന്നെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, പൂർണ്ണമായും ജീവനക്കാരുടെ ലഭ്യമല്ലാതെ ഉള്ള തൊഴിലാളികൾ ഇതെല്ലാം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ആ ജോലി ക്രമീകരണം നടക്കുന്നതിനിടയിലേക്ക് കടന്നു ചെന്നിട്ടാണ് ഈ പറഞ്ഞ അക്രമം കാട്ടിയത്. ഇതെല്ലാം ജീവനക്കാർ വീഡിയോ സഹിതം എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പേടിയുള്ളത് കൊണ്ട് മറ്റാരും അദ്ദേഹത്തിനെ തടയാൻ പോലും തയ്യാറാകുന്നില്ല. പോലീസ് വന്നതിന് ശേഷമാണ് ജീവനക്കാരുടെ വാങ്ങി തല്ലി പൊട്ടിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുകയാണ്. ഹരിലാൽ, ഇപ്പോ അജ്മലും സഹോദരനും ചെയ്തു, അതായത് അക്രമം നടത്തുന്ന വീഡിയോ ഉണ്ടോ താങ്കളുടെ പക്കൽ? താങ്കൾ അത് കണ്ടിട്ടുണ്ടോ? അതെ, ഉണ്ട്, കണ്ടു, ദൃശ്യങ്ങളുണ്ട്. അപ്പൊ ഫോൺ തല്ലി പൊട്ടിക്കുന്ന പോലീസിന്റെ സാന്നിധ്യത്തിലാണ്. ഞാൻ ഉത്തരവാദിത്തമായിട്ടാണല്ലോ പറയുന്നത്. അതെ, പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ ഫോൺ തല്ലി പൊട്ടിക്കുന്നതും തുടർന്നുണ്ടായിരുന്ന ഭീഷണിയും എല്ലാം നടക്കുന്നത് പോലീസ് വന്നതിന് ശേഷവും സംഭവിക്കുകയാണ്. അതാണ് നിൽക്കുന്ന വസ്തുത. ഇനി രണ്ടെന്താണ്, ഇവരുടെ കണക്ഷൻ പിന്നെ കട്ട് ചെയ്യുന്ന സാഹചര്യം നമ്മളീ പറയുന്ന കൂട്ടല്ല. കാരണം ഈ ദൃശ്യങ്ങൾ കണ്ട കോഴിക്കോട് ജില്ലയിലെ വിവിധ സെക്ഷൻ ഓഫീസിലെ തൊഴിലാളികൾ ഇതിനെതിരെ ഒരു നിലപാടെടുത്തേ മതിയാകൂ. ബോർഡും വൈദ്യുതി മന്ത്രിയും അത് പോലീസും ശക്തമായ നടപടിയെടുത്തേ മതിയാകൂ എന്ന നിലയിൽ ഒരു ട്രേഡ് യൂണിയന്റെയും ആഹ്വാനമില്ലാതെ വിവിധ ഓഫീസുകളിൽ തൊഴിൽ നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഫീഡർ ഓഫായി കിടക്കുക പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കൺസ്യൂമറിനാണ് കറണ്ട് പോകുന്നത്. അവിടെ പിന്നെ ബോർഡ് ചെയർമാൻ എടുക്കുന്ന ഒരു സമീപനം വളരെ ഗൗരവമായി അദ്ദേഹം ആ സമയത്ത് ഈ പ്രശ്നത്തെ ടാക്കിൾ ചെയ്ത് പോകാൻ വേണ്ടി വളരെ ഉത്തരവാദിത്തത്തോടെ എടുത്ത സമീപനമാണ്. തൽക്കാലം ഈ അക്രമകാരികളുടെ വീട്ടിലേക്കുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുക, നിങ്ങൾ മിന്നൽ പണിമുടക്കിലേക്കോ മറ്റ് ജനങ്ങൾക്ക് കറണ്ട് നിഷേധിക്കുന്ന സമീപനത്തിലേക്ക് പോകാതെ നിങ്ങളെല്ലാവരും ജോലിയിൽ കയറണം എന്ന് അദ്ദേഹം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പറഞ്ഞ പ്രിമിസസിലെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി തൊഴിലാളികൾ ആ ഒരു നടപടി, ഒരു ചെറിയ നടപടി വന്നല്ലോ എന്ന നിലയിലാണ് കയറുന്നത്. ഞങ്ങളും മനുഷ്യരാണല്ലോ. ഈ മേഖലയിൽ നിങ്ങൾ കാണേണ്ടത് നമ്മൾ മറ്റ് തൊഴിൽ മേഖല പോലെ അല്ല. KSEBയുടെ പ്രത്യേകത എന്താണ്? സമയം നോക്കാതെ ജോലി ചെയ്യുന്നവരാണ്. 8 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്തിട്ട് വീട്ടിൽ പോകാൻ നിയമം അനുവദിക്കുമ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ മൺസൂൺ ടൈം അടക്കമുള്ള ഈ സമയത്ത് 5 കഴിഞ്ഞ് 10ഉം 11 മണിക്കും ഞങ്ങൾ ജോലി ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് പലപ്പോഴും രാത്രി ഓഫീസുകളിൽ തങ്ങി നേരം വെളുത്തിട്ട് അവിടെ തന്നെ ഫ്രഷായി ജോലി പോകുന്നവരാണ്. കാരണം ഈ ജനത്തിന് വൈദ്യുതി നമുക്ക് നിലനിർത്തേണ്ട, നേരത്തെ പറഞ്ഞതുപോലെ ജീവന്റെ തന്നെ അത്യന്താപേക്ഷിതമായ ഘടകമായി വൈദ്യുതി മാറി എന്ന് തിരിച്ചറിയുന്ന കേരളത്തിലെ വൈദ്യുതി തൊഴിലാളികൾ ജനങ്ങൾക്ക് വേണ്ടി കൂടെ എടുക്കുന്നൊരു സേവനമാണ്. നമ്മുടെ ഉപഭോക്താക്കളെല്ലാം കടുത്ത മഴയിലൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ അതെല്ലാം ആ പ്രകൃതിയുടെ ദുരന്തങ്ങളെല്ലാം ഏറ്റുവാങ്ങി പോകുന്നവരാണ്. മറ്റൊരു കാര്യം തർക്കമില്ല. ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ ഹരിലാൽ. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അതായത് എന്റെ സംശയം ഇതാണ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ അക്രമകാരികളുടെ വീട്ടിലെ കണക്ഷൻ മാത്രം വിച്ഛേദിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് അത് KSEB എത്തിച്ചേരുകയാണ്, ചെയർമാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ ഈ അക്രമകാരികൾ അക്രമം നടത്തിയത് തെളിവുകളുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്, നമ്മൾ കണ്ടിട്ടില്ല. ശരി, തെളിവുകൾ ഉണ്ടെങ്കിൽ അവർ അക്രമകാരികൾ 2 പേരാണ്, അവർ ജയിലിലാണുള്ളത്. പക്ഷേ അതിന് ഈ വൈദ്യുതി വിച്ഛേദിക്കുക എന്ന്, ഇപ്പോൾ KSEB ചെയർമാൻ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ?
അവിടെ ഇപ്പോൾ കുടിശ്ശികയുണ്ടെങ്കിൽ ശരി, നിങ്ങൾ കണക്ഷൻ വിച്ഛേദിച്ചിട്ടിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ അക്രമം നടത്തിയതിന്റെ പേരിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നത് കൃത്യമായ നിയമലംഘനമല്ലേ, മനുഷ്യാവകാശ ലംഘനമല്ലേ? പ്രത്യേകിച്ച് ഇവരുടെ ഒരു സാഹചര്യം കൂടി നോക്കൂ. ഒന്ന് പറഞ്ഞോട്ടെ, അതായത് ഈ വാദത്തിന് വേണ്ടി മാത്രമല്ല കാര്യങ്ങളെ കാണേണ്ടത്, വസ്തുതയും അതിൻ്റെ സാഹചര്യം കൂടെ വിലയിരുത്തണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വെല്ലുവിളിക്കുന്ന ആളാണ്. കണക്ഷൻ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഉടനെ പോയി കണക്ഷൻ കട്ട് ചെയ്യുകയായിരുന്നില്ല ചെയ്തത്. അത് മനസ്സിലാക്കുക. പിറ്റേ ദിവസം ഓഫീസ് ആക്രമിക്കുകയും വീണ്ടും നമ്മൾ ബോംബെയിലൊക്കെയാണ് അധോലോകത്തിൻ്റെ കാര്യങ്ങളെ കേട്ടുള്ളത്. എനിക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നീ ആരെന്ന് പറയും കൊല്ലാൻ വരുന്നൊരു ശൈലിയിലേക്ക് വന്നിട്ട് ആ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ജനാധിപത്യപരമായി നമുക്ക് അനുവദിക്ക് കിട്ടുന്ന അവകാശം ഉപയോഗിച്ചൊരു പരാതി കൊടുത്താൽ പിറ്റേ ദിവസം ഓഫീസിലേക്ക് വന്നിട്ട് അവരെ കയ്യേറ്റം ചെയ്യുകയും ഈ രൂപത്തിൽ മലിനജലമൊക്കെ ഒഴിച്ച് ആ മനുഷ്യനല്ലാത്ത രൂപത്തിൽ അവരോട് പെരുമാറുമ്പോൾ ആ പെരുമാറുന്നത് കണ്ടിട്ട് ആരുടെയും ആഹ്വാനമില്ലാതെ കോഴിക്കോട് ജില്ലയിലെയും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലും തൊഴിലെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ ഇത് കാണുന്നവർ ഇതിന് നടപടിയെടുത്തിട്ട് ഞങ്ങൾ ഇനി തൊഴിൽ ചെയ്യൂ എന്നൊരു സമീപനം എടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിക്കോ ചെയർമാനോ കേരളത്തിനോട് ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലേ? അവരെല്ലാം പണിമുടക്കിക്കോട്ടെ എന്നൊരു സമീപനമാണ് നിയമപരമായ രീതിയിലേക്ക് പോകാതെ വൈദ്യുതി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നതാണോ അതിനുള്ള നടപടി എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് താങ്കൾ മറുപടി പറയാത്തത് എന്താണ്? ഇപ്പൊ പോലീസ് സംവിധാനമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടുത്തെ ഈ സർക്കാരിന്റെ പോലീസ് സംവിധാനത്തിൽ വിശ്വാസമില്ല എന്നാണോ? ആദ്യം ഒരു പരാതി കൊടുത്തു, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ആദ്യം പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. ഇപ്പോ ഇതിൽ ആദ്യം ഒരു മർദ്ദനം ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിൽ എന്നുള്ളത് പറഞ്ഞു. അതിൽ പോലീസിൽ നിങ്ങൾ പരാതിപ്പെട്ടു. അതിനുശേഷമാണ് വന്ന് അതിക്രമം കാണിക്കുന്നതെന്ന് പറയുമ്പോഴും അവിടെയും നിയമപരമായ വഴികളിലേക്ക് നീങ്ങാമല്ലോ. അതിന് വൈദ്യുതി വിച്ഛേദിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നതാണ് എൻ്റെ ചോദ്യം. വളരെ സിമ്പിളായൊരു ചോദ്യമാണത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു തൊഴിൽ സമൂഹത്തിൽ ഒരു തവണയല്ല രണ്ടാം തവണയും ആക്രമിക്കുമ്പോൾ തൊഴിലാളികളുടെ സ്വാഭാവിക പ്രതികരണം വരില്ലേ? ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ മേഖലയിലടക്കം ഞാൻ കൃത്യമായി അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ മേഖലയിലടക്കം 11 kV ലൈൻ അടക്കം മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരുന്ന ഓഫ് ചെയ്ത മെയിൻ്റനൻസ് നടക്കുന്ന ലൈൻ ഞങ്ങൾ ഇതിൽ നിലപാടെടുക്കാതെ, ബോർഡ് നിലപാടെടുക്കാതെ ഞങ്ങളിത് തുടർന്ന് ജോലി ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഒരു കണക്ഷൻ്റെ നോക്കി ഒരു കണക്ഷൻ നമ്മൾ തൽക്കാലം വിച്ഛേദിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കലാണോ അതോ 10,000-കണക്കിന് പേർക്ക് വൈദ്യുതി നിഷേധിക്കലാണോ വേണ്ടത്? താങ്കളൊന്ന് പറയൂ. അല്ല, ആർക്കും വൈദ്യുതി നിഷേധിക്കുക എന്നുള്ളതല്ലല്ലോ ഇതിന് പരിഹാരം. ഞാൻ അതല്ലേ പറഞ്ഞു വരുന്നത്. അതായത് ബില്ല് അടച്ചിട്ടുണ്ട്, നിലവിൽ കുടിശ്ശികയില്ല, അപ്പോൾ വൈദ്യുതി നിഷേധിക്കാൻ കഴിയില്ലല്ലോ KECBക്ക്. പിന്നെ അതിക്രമം കാട്ടുന്നതിന് നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും ന്യായീകരിക്കില്ല. പ്രത്യേകിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, അവിടെ ഓഫീസ് അടിച്ചു തകർക്കുക, ഇതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ആര് ചെയ്താലും അവർക്കെതിരെ നിയമപരമായി നീങ്ങൂ. അതിനു പകരം ഇതെന്താണ് ചെയ്തിരിക്കുന്നത്? വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമാണ് നിലവിൽ വീട്ടിലുള്ളത്. നിങ്ങൾ ആരോടാണ് ഈ പ്രതികാര നടപടി എടുത്തിട്ടുള്ളത്? താങ്കളൊന്ന് കേൾക്കൂ. ഒരു പോലീസ് കേസ് കൊണ്ടോ ഒന്നുമല്ലല്ലോ, എത്രയോ തവണ. കഴിഞ്ഞ മാസമാണ് പത്തനംതിട്ട ഒരു സെക്ഷൻ ഓഫീസിലേക്ക് കടന്നു ചെന്നിട്ട് ഒരു ജീവനക്കാരൻ്റെ ഫോൺ ഡ്യൂട്ടിയിൽ നിന്ന് ജീവനക്കാരൻ്റെ ചെവിക്കല്ല് തീർത്തടിക്കുന്ന ദൃശ്യം മീഡിയയിലും വന്നതാണല്ലോ. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിരവധി സ്ഥലത്ത് ഈ കഴിഞ്ഞ മാസം തന്നെ, അതുപോലെ പിന്നെ മലപ്പുറത്ത്, ഇതെല്ലാം കാണുകയാണ്. ഞാൻ ഡേറ്റ നിങ്ങൾക്ക് അയച്ചു തരാം. ഒരു കേസിൽ മാത്രം കൊണ്ട് ഞങ്ങൾക്കും ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഒരു ഡോക്ടറെ കയ്യേറ്റം ചെയ്താൽ ഉണ്ടാകുന്ന സ്ഥിതിയിൽ ഓപ്പറേഷൻ അടക്കം നിർത്തിവെച്ചുകൊണ്ട് അവർ പോകുന്നതാ. അവർ ഈ ജനത്തിന് വേണ്ടി ജീവൻ നിലനിർത്താൻ വേണ്ടി ജോലി ചെയ്യുമ്പോൾ അവരിങ്ങനെ കായികമായി ആക്രമിക്കലാണോ പരിഹാരം? ഞങ്ങളും മനുഷ്യരല്ലേ, ഈ സമൂഹത്തിന്റെ ഭാഗമല്ലേ ഇലക്ട്രിസിറ്റി തൊഴിലാളികൾ? അതിന് ഇതാണോ പരിഹാരം? അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ? അല്ല, നിയമത്തിന്റെ പ്രൊവിഷൻ അപ്പുറത്ത് പ്രതിഷേധത്തിന്റെ തലം ഉയർന്നു വരികയാണ്. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ആരുടെയും ആഹ്വാനമില്ലാതെ ഒരു ട്രേഡ് യൂണിയനും, CIT ആകട്ടെ, INTUC ആകട്ടെ, അല്ലെങ്കിൽ AITC ആകട്ടെ, BMS ആകട്ടെ, ഒരു യൂണിയനും ഞങ്ങൾ പണിയെന്ന് വിട്ടു നിൽക്കാൻ ആഹ്വാനം ചെയ്തില്ല. യൂണിയനുകൾക്കപ്പുറം തൊഴിലാളികൾ അങ്ങനെ നിലയെടുക്കുകയായിരുന്നു. നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ആ രൂപത്തിൽ തൊഴിലാളികൾ പ്രതികരിക്കുന്നതാ. പലപ്പോഴും പൊതുസമൂഹത്തിന് വേണ്ടി നിങ്ങളിത് സഹിക്കൂ, നാം പോലീസിന് കേസ് കൊടുത്തു, പോലീസ് അവരെ നിയമ നടപടിക്ക് വിധേയമാക്കും എന്നൊക്കെ ഈ സംഘടിത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ അവരെ പഠിപ്പിച്ച് ഇല്ലെങ്കിൽ ആശ്വസിപ്പിച്ച് തൊഴിലിനിറക്കുമ്പോൾ ഞങ്ങളുടെ പിടിക്കപ്പുറത്തോട്ട് തൊഴിലാളികൾ പോവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവനും മനുഷ്യനാണ്, അവനും പ്രതികരണശേഷി ഉണ്ട്.
അവരിലും ഉണ്ടല്ലോ ഒരു വികാരവും ചിന്തയും ഒക്കെ. അങ്ങനെ വരുമ്പോൾ അതൊരു വിഷയമായി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നിലയെടുത്തത്. KSEBയുടെ ഇത്തരം ഒരു നില, അല്ലാതെ നമ്മളറിയുന്നില്ല, ഒരു വിഷയം വന്നാൽ 99 പേർക്ക് ആശ്വാസം കൊടുത്തുകൊണ്ട് ഒരു വിഷയമാണ്, ഒരാളുടെ വിഷയമാണെങ്കിൽ ആ ഒരു വിഷയം പരിഹരിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അജ്മലിൻ്റെ മാതാവ് ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, മരുന്ന് സൂക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ എന്താ വസ്തുത? അവിടെ തന്നെ അവർക്ക് 15-നടുത്ത് കണക്ഷനുണ്ട്. ഞങ്ങളതിൻ്റെ ഡേറ്റ എടുത്തു. അപ്പോൾ മരുന്ന് സൂക്ഷിക്കാൻ കഴിയല്ല. ഈ അവസരത്തെ ജനത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് വിലപേശുകയും ഇത്തരമൊരു ക്രിമിനൽ പ്രവർത്തനം നടത്തിയവരെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ്. ഈ ചർച്ച നല്ലത് തന്നെയാണ്. കേരളീയ സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. അതിനെനിക്കൊരു കാര്യം പറയാനുള്ളത് ഹരിലാൽ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അതിക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ എന്തെങ്കിലും തരത്തിൽ അതിക്രമം കാട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം പഴയ ഭക്ഷണം ഒഴിക്കുകയും മാലിന്യം കൊണ്ട് അഭിഷേകം ചെയ്യുകയും അത്തരത്തിലേക്കാണെങ്കിലും, ഓഫീസിൽ അതിക്രമം നടത്തുന്നു, കമ്പ്യൂട്ടർ അടിച്ച് തകർക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യവും നമ്മൾ ഒരിക്കലും അതിനെയൊന്നും ന്യായീകരിക്കില്ല. അവർ ജോലി ചെയ്യുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് KSEB ഉദ്യോഗസ്ഥരൊക്കെ ജോലി ചെയ്യുന്നത് നമുക്കറിയാം എങ്ങനെയാണ് എന്നുള്ളത് താങ്കൾ പറഞ്ഞതുപോലെ. പല അനുഭവങ്ങളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പല ഓഫീസുകളിലും എന്നതും നമുക്കറിയാം. പക്ഷേ ഇവിടെ ഈ ചെയ്തിരിക്കുന്നത് നിയമപരമാണോ, അത് ന്യായമാണോ എന്നുള്ളത് മാത്രമാണ്. കാരണം ഈ വീട്ടിൽ ആരാണ് ബാക്കിയുള്ളത്? 2 വൃദ്ധരായ മാതാപിതാക്കൾ. അപ്പോൾ തൊഴിലാളികൾക്ക് പ്രതിഷേധമുണ്ട് എന്നതിൻ്റെ പേരിൽ ഈ ചെയ്തിരിക്കുന്നതിനെ താങ്കൾ എന്തുകൊണ്ട് ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ഇനിയും അതിന് കൃത്യമായൊരു ഉത്തരം താങ്കൾ തരുന്നില്ല. കാരണം അത് നിയമപരമല്ല എന്നത് താങ്കൾക്കറിയാം. പക്ഷെ തൊഴിലാളികളുടെ പ്രതിഷേധം എന്നുള്ളത് മാത്രമാണ് താങ്കളുടെ പോയിന്റായി താങ്കൾ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ എൻ്റെ കുട്ടികളാണെങ്കിൽ പോലും ഇത്തരം സന്ദർഭങ്ങൾ പലതവണ ചെയ്യുമ്പോൾ ഈ മാതാപിതാക്കൾ അവരെ ഒന്ന് നിരുത്സാഹപ്പെടുത്തുവാനോ ശാസിക്കാനോ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാകുമായിരുന്നു. ഇപ്പോൾ പറഞ്ഞു, എൻ്റെ മക്കളോട് ചോദിച്ചോ പറഞ്ഞു, ഒന്നും ചെയ്തില്ല, അവർ നിഷ്കളങ്കരാണെന്ന് വാദിക്കുകയാണ്. ഇത് വളം വെച്ച് കൊടുക്കുന്നത് വീണ്ടും ഇത്തരം പ്രവൃത്തികൾക്കാണ്. അതല്ലെങ്കിൽ ഈ പറ്റിപ്പോയ വിഷയങ്ങളിൽ നമ്മൾ ഇനി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ അക്രമം നടത്തിയിട്ടില്ല എന്നിവർ ഇന്നലെയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഹരിലാൽ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടാത്തത്? എന്തുകൊണ്ടാണ്? അതിൽ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? അല്ല 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 അത് പോലീസിൻ്റെ കയ്യിലൊക്കെ ഉണ്ടല്ലോ. അവർക്ക് ലഭ്യമായ രേഖ പോലീസിൻ്റെ കയ്യിലുണ്ട്, പോലീസിൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഇനി ഈ ബാക്കിയുള്ളത് മീഡിയയുടെ രീതിയിൽ ഞങ്ങളൊരു പ്രസ് മീറ്റിംഗ് നടത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. മീഡിയയുടെ ഉണ്ട്, അത് ലഭ്യമായിട്ടുണ്ട്. ഔദ്യോഗിക സ്വഭാവത്തിൽ ലഭിച്ചിട്ടുണ്ടാകില്ല എന്ന് മാത്രമാണ്. പോലീസുകാർക്ക്, പോലീസ് സാക്ഷിയാണല്ലോ ഈ രണ്ടാമത്തെ കേസിൽ. ഒരു അവസാനത്തെ പാർട്ടിൽ പോലീസ് സാക്ഷിയാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഇതിലിപ്പോൾ അജ്മലിന്റെ ഒരു ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം എപ്പോഴും പുറത്തു വന്നതായി ഞാനൊരു മാധ്യമത്തിൽ വായിച്ചത്. അതിന്റെ ആധികാരികത എനിക്കറിയില്ല. അതിൽ അജ്മൽ പറയുന്നത്, ഇപ്പോൾ പഴകിയ ഭക്ഷണം ഞാൻ അവിടെ കൊണ്ടൊഴിച്ചു എന്നുള്ളത് ശരിയാണ്, അതിനപ്പുറത്തേക്ക് ഞാൻ അതിക്രമമൊന്നും കാട്ടിയിട്ടില്ല, ഓഫീസ് അടിച്ചു തകർത്തിട്ടില്ല, കമ്പ്യൂട്ടറൊന്നും നശിപ്പിച്ചിട്ടില്ല, അതെല്ലാം ചെയ്തത് അവർ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്ന ഒരു ശബ്ദരേഖ ഉണ്ട് എന്ന് പറയുന്നു. എനിക്കതിൻ്റെ ആധികാരികത അറിയില്ല, നമ്മളുടെ വാർത്തയും അല്ല, ഞാൻ മറ്റൊരു മാധ്യമത്തിൽ കണ്ടതാണ്. അല്ല, അത് സ്വാഭാവികമായും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ ന്യായീകരിക്കാൻ വേണ്ടി കുറ്റം ചെയ്യുന്നവർ അപൂർവം പേരാണല്ലോ കുറ്റം സമ്മതിച്ചുകൊണ്ട് വർത്തമാനം പറയുക. അതാണ് അതിൻ്റെ പ്രശ്നം. അത് അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നതുമാണ്. കാര്യം KSEBയിൽ ഇപ്പോൾ ആക്രമണ സംഭവം ആദ്യത്തേതല്ല. അത്തരം കേസുകളിൽ ഇങ്ങനെ ഞങ്ങൾ തൊഴിലാളികൾ അങ്ങനെ ചെയ്യാറുമില്ല. കാര്യം ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ്, ഇത്തരം ആക്രമണങ്ങൾക്കെതിരാണ്. മാത്രമല്ല, ഈ വൈദ്യുതി കൊടുക്കുന്നതിനിടയിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജോലിക്കിടയിൽ പിടഞ്ഞു വീണ് ഷോക്കേറ്റ് മരിക്കുന്ന ഒരു തൊഴിൽ വിഭാഗമാണ് ഞങ്ങൾക്ക് ഈ പൊതുസമൂഹത്തോട് പറയാനുള്ളത്. നിങ്ങൾക്ക് നിയമപരമായ ഏത് കാര്യവും ഏത് തൊഴിലാളിക്കെതിരെയും പരാതിപ്പെടുവാൻ ഈ മന്ത്രിമാരടക്കം ചെയർമാൻ അടക്കമുണ്ട്. നിങ്ങൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് പൊതുസമൂഹം ചിന്തിക്കുകയും അത് ചർച്ച ചെയ്യുകയും ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തുകയും ഇത് കേവലമായ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യരുതെന്ന് മാത്രമാണ് ഞങ്ങൾക്കൊരു അപേക്ഷ. തിരുവമ്പാടിയിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. അതിൽ വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമാണ് നിലവിൽ വീട്ടിലുള്ളത്. അതിൽ അവർ രോഗികളാണ്. പ്രത്യേകിച്ച് പിതാവ്, അദ്ദേഹം ഇന്നലെയും ഇന്നുമൊക്കെ സമരത്തിലാണ്. വീട്ടിലേക്ക് കയറിയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് വീട്ടിന് വെളിയിലുള്ള പ്രതിഷേധമാണ്. അദ്ദേഹം അല്പസമയം മുൻപ് തൻ്റെ അവസ്ഥ എന്താണ് എന്നത് 24-നോട് പറഞ്ഞു. അതൊന്ന് കേൾക്കാം. ആരോഗ്യമൊക്കെ മോശമാണ്. ഷുഗർ, പ്രഷർ കുറഞ്ഞിട്ടില്ല. പ്രഷറും ഷുഗർ രണ്ടും ഒരേ മാതിരിയാണ്. നേരത്തെ ഉള്ളതാണ്, ഇപ്പോൾ ഒന്ന് കൂടി. ഇതുള്ളൂ കാര്യമില്ലല്ലോ, കറണ്ടില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഞാൻ നേരത്തെ രോഗിയാണ്. ഞാൻ സ്ട്രോക്ക് വന്നൊരു വ്യക്തിയാണ്. 9 ഗുളിക കഴിക്കും ഡെയിലി, ചെവിൻ്റെ അടക്കം. ഇപ്പോൾ ചെവിയാണ് 40% ഒന്നുള്ളൂ.
ശ്രീ റെജി ലൂക്കോസ്, ഇത് കേട്ടല്ലോ, ആ പിതാവിന്റെ അവസ്ഥയാണ്. ഇപ്പോൾ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് മരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യം പോലുമില്ല. വീട്ടിനകത്തേക്ക് കയറുന്നില്ല, കയറിയിട്ട് കാര്യവുമില്ല, വെള്ളവുമില്ല, കറണ്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ആ വീട്ടിൽ കഴിയുന്നത്? പ്രത്യേകിച്ച് മരുന്ന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നവുമാണ്. ഇവിടെ ഒരു മനുഷ്യാവകാശ ലംഘനം എന്ന വിഷയമുണ്ടോ? താങ്കൾ അത് കാണുന്നുണ്ടോ അങ്ങനെ? ഇപ്പൊ ചോദിച്ചതിനോട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എനിക്ക് ചില വസ്തുതകൾ പറയാനുണ്ട്. ഈ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് തിരുവാമ്പാടി പോലീസ് സ്റ്റേഷനിലും തിരുവാമ്പാടി KSEB സബ്സ്റ്റേഷനിലും വിശദമായിട്ട് ഞാൻ ഫോൺ ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ബോധ്യപ്പെട്ട ഒരാളാണ്. ആ നാട്ടിലെ ഒരാളെയും ഞാൻ നേരിട്ട് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അതിലൊന്ന് ബോധ്യമായ വസ്തുത പറയാം. ഇവിടെ യൂണിനാഥ പറഞ്ഞതിനകത്ത് 90% വസ്തുതാപരമായ കാര്യങ്ങളാണ്. ഒന്ന്, ഇവര് ഇത് ആദ്യമായിട്ടല്ല ഇതുപോലത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവർ സ്ഥിരമായിട്ട് വൈദ്യുതി ബില്ല് ഡ്യൂ ആയാൽ വിച്ഛേദിക്കാൻ ചെല്ലുന്ന ജോലിക്കാർ വിച്ഛേദിക്കാൻ ചെല്ലുന്ന അവരുടെ സ്വന്തം തീരുമാനപ്രകാരമല്ല, അത് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ റൂൾ പ്രകാരമാണ്. 2-3 തവണ വാണിംഗ് കൊടുത്തിട്ടാണ് എല്ലായിടത്തും. ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ വരാറുണ്ട്, നമ്മൾ മറന്നു പോകുമ്പോൾ എത്ര മാന്യമായിട്ടവരെന്ന് പറയും, നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാ. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. ഇതിനു മുമ്പ് ഈ ഭീഷണിയും ഇതുപോലെ തന്നെ ഈ തോന്നിവാസങ്ങൾ നടന്നപ്പോൾ ഈ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ തങ്ങൾക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാര് ഇതിനു മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. കണക്ഷൻ വിച്ഛേദിക്കാനായിട്ടുള്ള മുന്നറിയിപ്പ് പലതവണ കൊടുത്തിട്ടും അത് വിച്ഛേദിക്കാൻ വീട്ടിൽ ചെന്നപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി കയ്യേറ്റം ചെയ്ത് പാവപ്പെട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചുവിടുമായിരുന്നു. അതിനുശേഷമാണ് അവർ മേലുദ്യോഗസ്ഥന്മാരുടെ വിവരം പറഞ്ഞു. അവർക്ക് പറയാൻ ബാധ്യസ്ഥരാ അവര്. കാരണം ആ ഉദ്യോഗസ്ഥന്മാരുടെ ജീവന്റെ സംരക്ഷണം പാലിക്കേണ്ട ഉത്തരവാദിത്തം അതിന്റെ മേലുദ്യോഗസ്ഥന്മാർക്കുണ്ട് 100%. അത് ആരായാലും മനുഷ്യാവകാശമുണ്ട്. അവര് വെളിയിൽ നിന്നും പോസ്റ്റേക്ക് കയറിയാണ് കട്ട് ചെയ്ത്. അവർ പൈസ ബില്ല് അടച്ച ഉടനെ തന്നെ കാലതാമസമില്ലാണ്ട് അവർ റീകണക്ഷൻ കൊടുക്കുകയും ചെയ്തു. അത് കിട്ടിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഈ എംപ്ലോയീസിന്റെ എല്ലാം ഒരു മീറ്റ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ. ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് മേൽ മാലിന്യം നിറഞ്ഞ വെള്ളം ആ ചെറുപ്പക്കാരൻ ഒഴിക്കുവാണ്. അയാളെ പിന്നെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണ്ടേ? അതിനകത്തൊരു മനുഷ്യാവകാശ ലംഘനമല്ലേ? അല്ല, തീർച്ചയായും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിനെയൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. അല്ലല്ല റെജി ലൂക്കോസ്, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അതിന് ഈ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നത് എന്ത് ന്യായമാണ് എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ബാക്കിയൊക്കെ നിയമപരമായി നീങ്ങേണ്ടതാണ്. അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനമുണ്ടല്ലോ, അതൊക്കെ ചെയ്തുകൊള്ളൂ. പക്ഷേ ഈ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നത് എന്ത് ന്യായമാണ്? അതിന് മറുപടി ഉണ്ടോ? അതിന് മറുപടി ഉണ്ട്. അനുജ, വസ്തുത ജനങ്ങൾ കേൾക്കണ്ടേ? ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്ത് വിഷയം എവിടെ നിന്നുണ്ടായാലും അത് നേരെ ഗവൺമെന്റിലേക്ക് ഡയറക്ട് ചെയ്താൽ അതിനകത്തൊരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് നടന്നത്. ഈ അജ്മലാണെന്ന് തോന്നുന്നു, ഈ സഹോദരങ്ങളിൽ ഒരാൾ യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ ഭാരവാഹിയാ, ഇപ്പോഴും കോൺഗ്രസിന്റെ തിരുവമ്പാടി മുൻ പ്രസിഡന്റ് UC അജ്മൽ. അല്ലല്ല, ഇത് കേൾക്കൂ. അയാളുടെ രാഷ്ട്രീയമല്ല ഞാനിവിടെ പറയുന്നത്. ഇത് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു, അല്ലെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഇത് വാർത്തകളിൽ കൊണ്ടുവന്നുള്ളതിന്റെ പിന്നാമ്പുറം ഈ ജനം ഒന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, KSEB കുറിച്ച് ഒരു വാക്ക് പറയാൻ എന്നെ അനുവദിക്കണ്ടേ? നമ്മളെല്ലാം അവരുടെ ഈ വെളിച്ചത്തിന്റെ പ്രകാശത്തിൽ നമ്മൾ ജീവിക്കുന്നവരാ. സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാവും. കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിളിക്കാറുണ്ട്, അവർ മറുപടി പറയും. 8 വർഷമായിട്ട് 1 മിനിറ്റ് പോലും പവർ കട്ടില്ലാതെ സംരക്ഷിക്കുന്ന കഠിനമായിട്ടുള്ള വേനലിൽ പോലും ഒരു ഡിപ്പാർട്ട്മെന്റാ. അതെല്ലാം മറന്നുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ അവരെ കയ്യേറ്റം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? CCTV ദൃശ്യങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ അത് മനസ്സിലാക്കട്ടെ ചർച്ച വരുന്നത്. അല്ലാണ്ട് ആ ഉമ്മ പറഞ്ഞ പോലെ എന്റെ മക്കളൊന്നും ചെയ്തില്ല എന്നല്ല പറയുന്നത്. സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിക്കരുത്. നമുക്കൊക്കെ മാതാപിതാക്കളുണ്ടാ. ഞാൻ ആ ഉമ്മയുടെ പിതാവിന്റെ പക്ഷത്ത് നിന്ന് തന്നെ സംസാരിക്കുന്നത്. അവർക്ക് അസ്വസ്ഥത ഉണ്ടാവും. ജീവനെ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ പിന്നെ ആശ്രയിക്കേണ്ട എവിടെയാ? പോലീസ് സ്റ്റേഷനിലല്ല, റേഷൻ കടയിൽ പോകാൻ പറ്റിയല്ലോ. വീണ്ടും ഒരു പരാതി കൊടുത്തു. ഈ കാണിച്ച തന്നെ ഈ അജ്മൽ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഞാൻ മാലിന്യം ഒഴിച്ചെന്ന്. ആ സമ്മതിച്ച ഒരു ക്രിമിനലിനെ പിന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഈ മനുഷ്യാവകാശത്തിലേക്ക് ഞാൻ വരാം. മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഏതെങ്കിലും സെക്ടറിൽ മാത്രമല്ല. നേരത്തെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ, പിന്നെ നേതാവ് പറഞ്ഞ പോലെ, അവര് ഇതുപോലെ കഠിനമായിട്ടുള്ള ആക്രമണങ്ങൾ സ്ഥിരം നേരിടുമ്പോൾ ഞങ്ങളിൽ തൊഴിലെടുക്കണമെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? ചെയർമാൻ നേരിട്ട് ഇടപെട്ട് മന്ത്രി ഇടപെട്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊരു ഉറപ്പ് തന്നാലേ കണക്ഷൻ തരാമെന്ന് പറഞ്ഞു. കളക്ടറെ ഏൽപ്പിച്ചു. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തൊരു മനുഷ്യാവകാശ പ്രവർത്തനം ആ സുഹൃത്ത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഞങ്ങൾ നാട്ടുകാരാണോ ഇനി ആ ഉമ്മയാണോ ഉറപ്പ് കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചത്. എന്തൊരു വിരോധാഭാസമാ. ഇനി നാളെ എന്ന് പറഞ്ഞ ഒറ്റ ദിവസമുള്ള, ഇനി ഭാവിയിൽ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇവര് റിമാൻഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉമ്മയെ കൊടുത്താൽ മതി. ആ ഉമ്മ ഇരിക്കുന്ന 24 ചർച്ചയിൽ രാവിലെ ആ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, അവരൊരു ഉറപ്പ് തന്നാൽ മതി, ഞങ്ങൾ കൊടുത്തു. ആ ഉറപ്പ് ന്യായമല്ലേ? നാളെ ഒരു ഉദ്യോഗസ്ഥൻ കൂടെ ആവർത്തിക്കുമ്പോൾ 16-15 കണക്ഷൻ ഉണ്ടാവും വീട്ടിൽ. അവരുടെ പിന്നെ കൊമേഴ്സ്യൽ കണക്ഷനായിട്ട് സഹിതം അവരുടെ എല്ലാ സ്ഥിരം പരിപാടി ഇത് തന്നെയാ. ആ നാട്ടിൽ ചോദിച്ചാൽ നാട്ടുകാർക്ക് തന്നെ അറിയാം. സ്വാഭാവികമായിട്ടും നമ്മളൊരു ഉപഭോക്താവ് എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതെന്താ? നമുക്ക് മാനുഷികമായിട്ട് നമ്മൾ മറന്നുപോകും. 3 തവണ മെസ്സേജ് തരും. മെസ്സേജ് തരാത്ത ഒറ്റ ഫോൺ കോൾ അല്ല ഉപഭോക്താവും കേരളത്തിലില്ല. എന്നിട്ട് അവർ വീട്ടിൽ വന്ന് സൂചന തരും. പിന്നീട് അത് കണക്ഷൻ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യാന്നുള്ള അവരുടെ ബാധ്യതയാ.
ഇല്ല അവരുടെ ജോലി പോകും. അല്ല, ഇപ്പൊ അതിലൊന്നും ആരും നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ റെജി ലൂക്കോസ്. ഞാൻ അതിനല്ലല്ലോ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ അതിക്രമം കാണിച്ചെങ്കിൽ നമുക്ക് നിയമ വഴികൾ തേടാമല്ലോ. അതിലൊന്നും വിശ്വാസമില്ലേ? അതുകൊണ്ടാണോ തൊഴിലാളികൾ പറയുന്നത് ഇല്ല അതിലൊന്നും പോയിട്ട് കാര്യമില്ല, ഞങ്ങൾക്കല്ലാത്ത നടപടി വേണമെന്ന് തൊഴിലാളി സംഘടനകൾ വാശി പിടിച്ചെങ്കിൽ അതിന് കാരണം എന്തായിരിക്കാം? നിയമ അതൊരു സംവിധാനത്തിലൂടെ പോയിട്ട് കാര്യമില്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണോ? അവിടെയാണ് ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന മനുഷ്യാവകാശം ഈ ജോലിക്കാർക്കില്ലേ? അത് തന്നെയുമല്ല ഉണ്ട്. അവരുടെ അതിനാണല്ലോ നമ്മൾ നിയമവഴി തേടേണ്ടത്. ആ നിയമവഴി എന്തുകൊണ്ട് ഈ സഹോദരങ്ങൾക്ക് നേടിക്കൂടാ? അവർക്കും അറിയത്തില്ല, അവർക്കും ഇവിടുത്തെ നിയമങ്ങൾ അറിയില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ വിശ്വസിച്ചു അകാരണമായിട്ട് എന്തുകൊണ്ട് എന്നുള്ളത് അവർക്ക് പരാതി കൊടുക്കാമല്ലോ. അവരത് കൊടുക്കാണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ദേഹത്ത് നിന്ന് റീകണക്ഷൻ കൊടുത്തതിന് ശേഷം ചെന്ന് മാലിന്യങ്ങൾ നമ്മുടെ ദേഹത്ത് മാലിന്യങ്ങൾ നമ്മൾ സമ്മതിക്കും. മനുഷ്യാവകാശം മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അവരുടെ മനുഷ്യാവകാശത്തെ ലംഘിക്കുന്നതിന് പ്രശ്നമില്ല. അല്ല, ഈ അതിക്രമം നടത്തിയത് ആരാണ്? റെജി ലൂക്കോസ്, 2 സഹോദരങ്ങളാണ്. ഇപ്പൊ ഈ പറയുന്ന അജ്മലും ഷെഹദാദും 2 പേര് സഹോദരന്മാരാണ്. അതിൽ ഈ മാതാപിതാക്കൾ എന്ത് പിഴച്ചു? മാതാപിതാക്കൾ നിരപരാധികളാണ്. ഞാനത് അംഗീകരിച്ചോണ്ട് ചോദിക്കട്ടെ, ഈ മാതാപിതാക്കളെ സംബന്ധിച്ചോളം ഇങ്ങനെ സ്ഥിരമായിട്ട് തങ്ങളുടെ വീട്ടിൽ വന്ന ഉദ്യോഗസ്ഥന്മാരെ മക്കളെ ഭീഷണിപ്പെടുത്തുമ്പോൾ അതവരെ നേർവഴിക്ക് കൊണ്ടിരുന്ന മാതാപിതാക്കളുടെ ചുമതലയല്ലേ? ഞാൻ ആ ഉപ്പയുടെ ഉമ്മയുടെ വികാരത്തെ എഴുത്തി കാണിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം അവരുടെ വിഷമം അവർ പറയുവാണ്. പക്ഷെ അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. തന്നെയുമല്ല, ആ ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്നിട്ട് സമ്മതിക്കാത്തതിന്റെ പേരിൽ അവരെ ഉപദ്രവിച്ചതിന്റെ പേരിലാണല്ലോ അവർ 2 ദിവസം കഴിഞ്ഞ് അവർ പുറത്ത് പോസ്റ്റേത് കട്ട് ചെയ്ത്. കേരളത്തിൽ എവിടെയെങ്കിലും പോസ്റ്റേത് കട്ട് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർക്ക് അവരുടെ ജോലി അവർ നിർമ്മിക്കുന്ന തടസ്സം എന്തുകൊണ്ടല്ലേ? സ്വാഭാവികമല്ലേ? എന്തുകൊണ്ട് ഈ സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയില്ല, ഞങ്ങൾ ഡ്യൂ വരുത്തിയിട്ടില്ല, എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചു? നിയമപരമായിട്ട് അവർക്കും പോകാമല്ലേ? ഈ നിയമം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന് മാത്രം ബാധകമാണോ? ഇത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള നാടകം കാണിച്ചത്. കാരണം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ എന്ത് വിഷയം വന്നാലും സർക്കാരിന്റെ ഭാഗപ്പെടുന്ന് പറഞ്ഞ് ഒരു ആഘോഷം നടത്തുന്നതും അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്നതും ഒരു പതിവായിരിക്കുക. കാരണം ഈ നമ്മളും അസ്വസ്ഥരാണ്. പലപ്പോഴും കറണ്ട് പോകുമ്പോൾ നമ്മളൊക്കെ അസ്വസ്ഥരാ. ഞാൻ എത്ര പ്രാവശ്യം ഈ ഇലക്ട്രിസിറ്റി ഓഫീസിനെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ മാന്യമായിട്ടാണ് വിളിക്കുന്നത്. ഇന്ന് വരെ അവരുടെ ഭാഗത്തിന് മോശം അനുഭവം ഉണ്ടായിട്ടില്ല. പല പ്രകൃതിപരമായിട്ട് ഇത്രയ്ക്കും നെഗറ്റീവായിട്ടുള്ള സാഹചര്യമുള്ള ഒരു സ്ഥലം കേരളം അല്ലാണ്ട് ഈ ലോകത്തിലെവിടെയും കാണത്തില്ല. മുഴുവൻ മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ നിങ്ങൾക്കറിയാവോ, ഞാനൊരു കാര്യം പറയാം, മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണം. ഈ ഉദ്യോഗസ്ഥർ, ഈ ലൈൻമാനൊക്കെ മഴയത്തും വെയിലത്തും ഈ പോസ്റ്റേക്ക് വലിഞ്ഞു കയറി കയറിട്ട് കെട്ടി ഇത് കണക്ഷൻ തന്നിട്ടാ പലപ്പോഴും സമയബന്ധിതമായിട്ടാണ് നമുക്ക് ഒരു കറണ്ട് തരുന്നത്. ആ മനുഷ്യരുടെ മനുഷ്യാവകാശമില്ലേ? ചുമ്മാ വെറുതെ ഇങ്ങനെ ഒരുത്തൻ അവിടെ അതിനകത്ത് കയറി അവന് വീട്ടിൽ പോയി കണക്ഷന്റെ കാര്യം പറഞ്ഞു, അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൈസ അടച്ചു. അവർ ഈവനിങ്ങിലാണ് പൈസ അടയ്ക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് തന്നെ അവർ പോയി റീകണക്ഷൻ കൊടുത്തു. റെജി ലൂക്കോസ്, ഈ താങ്കൾ പറയുന്നതിനെല്ലാം ഞാൻ അംഗീകരിക്കുമ്പോഴും ഈ നിലവിലിപ്പോൾ ഈ പോസ്റ്റിന്റെ പൈസ, ഒരു വീട്ടിലേക്ക് കണക്ഷൻ കിട്ടുമ്പോൾ അതിൽ പോസ്റ്റിലേക്ക് പൈസ ഇതെല്ലാം അടച്ചിട്ടാണല്ലോ നമ്മൾ ഒപ്പം ഉപയോഗിക്കുന്ന മാസാമാസം ഉപയോഗിക്കുന്നതിന്റെ പൈസയും അവർ വൈകിയപ്പോൾ അത് വിച്ഛേദിച്ചു. ശരി, അത് നമ്മൾ സമ്മതിക്കുന്നു. അതിനുശേഷം അത് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിക്രമത്തിന്റെ പേരിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അവസ്ഥ 64 വയസ്സുണ്ട്. അദ്ദേഹം സ്ട്രോക്ക് വന്നയാളാണ്. 8 ഗുളിക ദിനം പ്രതി കഴിക്കുന്നുണ്ട്. കൂടാതെ ഹാർട്ട് ഇഷ്യൂസ് ഉണ്ട്, പ്രഷറും ഷുഗറും നേരത്തെ പറഞ്ഞു കേട്ടില്ലേ, നമ്മളോട് പറഞ്ഞതാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അവകാശങ്ങൾ അത് നമ്മൾ അങ്ങനെ നിഷേധിച്ചുകൊണ്ട് ഇതിപ്പോൾ ഈ അതിക്രമത്തിന്റെ പേരിലാണെങ്കിലും മറ്റുള്ളവരുടെ മനുഷ്യാവകാശമാണ് എന്ന് അതിന് നിങ്ങൾ മറ്റു നിയമവഴി തേടൂ. ഇതിനെന്ത് ന്യായം എന്നുള്ളതാണ്. അതിന് താങ്കൾ കൃത്യമായി മറുപടി പറയുന്നില്ല. KCB ജീവനക്കാരുടെ ആത്മാർത്ഥതയും അവർ നടത്തുന്ന സാഹസിക പ്രവൃത്തിയും ഒന്നും അല്ലല്ലോ അതിനുള്ള മറുപടി. ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ അനുജിയോട്, ഈ വാർത്ത ലോകം മുഴുവൻ കണ്ടോണ്ടല്ലോ, എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത കൊടുക്കുന്നുണ്ട്. ഈ വാർത്ത ഇന്ന് രാവിലെ നിങ്ങളുടെ തന്നെ ചാനല് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ, നിങ്ങളുടെ പാലക്കാട് റിപ്പോർട്ടർ അദ്ദേഹം മന്ത്രിയായിട്ട് സംസാരിക്കുന്നു രാവിലെ തന്നെ. അദ്ദേഹം പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് കണക്ഷൻ കൊടുക്കാം, ഉദ്യോഗസ്ഥന്മാരുടെ ജീവന ഭീഷണിയും അതുപോലെ ഇതുപോലത്തെ കാര്യങ്ങൾ ആവർത്തിക്കാലെന്ന് അവരൊരു ഉറപ്പ് തരണം. അത് സ്വാഭാവികമല്ലേ? ഇപ്പൊ രാവിലെ 10 മണിക്ക് തന്നെ കണക്ഷൻ കൊടുത്താൽ ആര് ഉറപ്പ് കൊടുക്കണം? അങ്ങനെയാണെങ്കിൽ പോലും റെജി ലൂക്കോസ്, ഇപ്പൊ ആരാണ് ഉറപ്പ് കൊടുക്കേണ്ടത്? വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളാണോ? അവരല്ലല്ലോ ആക്രമിച്ചത്, മക്കളാണ് ആക്രമിച്ചത്. അവര് ജയിലിൽ കിടക്കുകയാണ്. ആര് ഉറപ്പ് കൊടുക്കണം എന്നാ പറയുന്നത്? ജയിലിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ഉറപ്പ് മേടിക്കാൻ പോവാണോ? എന്നാൽ മാത്രമേ ഈ കണക്ഷൻ തരികയുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ രോഗികളാണ് 2 പേരുള്ളത് വീട്ടിൽ. അതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? അടിയന്തരമായി വൈദ്യുതി കണക്ഷൻ നൽകാൻ ഉത്തരവിടുകയല്ലേ മന്ത്രി ചെയ്യേണ്ടത്? ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായി നിയമവഴിയിലൂടെ പോകണം, അതിനൊരു തർക്കവുമില്ല. പക്ഷെ അടിയന്തരമായി കണക്ഷൻ നൽകാൻ ആ മന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര അദ്ദേഹത്തെ വേണമെങ്കിൽ അഭിനന്ദിക്കാൻ പോലും നമ്മൾ തയ്യാറാണ്. വൈകിയാണെങ്കിൽ പോലും അദ്ദേഹം അത് ചെയ്തല്ലോ എന്നുള്ളത്. രോഗികളായ 2 വൃദ്ധർ വീട്ടിൽ കഴിയുമ്പോൾ ആരുടെ കയ്യിൽ നിന്ന് ഉറപ്പ് കൊടുക്കണം? അല്ല, ആ കണക്ഷൻ ആരുടെ പേരില?
ആ പിതാവിന്റെ പേരിലല്ലേ, ആ ഉപ്പയുടെ പിതാവിന്റെ പേരിലല്ലേ? പേരിലാണ്, പക്ഷെ അക്രമം കേട്ടു, നടത്തിയത് ഇവരൊന്നും അല്ലല്ലോ. അല്ല ഇത് കേൾക്കൂ, ഞാനൊന്ന് പറയുന്നത് കേൾക്കേ. ഇതിപ്പം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആംഗിളിലൂടെ ഈ ചർച്ച കൊണ്ടുപോകരുത്. രണ്ടു കൂട്ടർക്ക് മനുഷ്യാവകാശമുണ്ട്. ഒന്ന് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാ. ആ പിതാവിന്റെ ആ ഉപ്പയുടെ ഇരിപ്പെട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. കാരണം എനിക്കൊരു പിതാവ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരിച്ചു പോയതാ. ഞങ്ങളും ഇതുപോലെ തന്നെ മെഡിസിനൊക്കെ പഠിച്ച് വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് നടത്തിയത്. എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഈ പറയുന്ന വിഷമം. പക്ഷെ ആ മന്ത്രി പറഞ്ഞതിനകത്ത് എങ്ങനെ നമുക്ക് കണ്ണിക്കാൻ പറ്റും? ചെയർമാൻ ഇടപെട്ട് കളക്ടറെ ഏർപ്പെടുത്തി. ഈ നിമിഷം വരെ ആരാണ് ഇനി ഉറപ്പ് കൊടുക്കണമെന്നോ? ഈ ജയിലിൽ കിടക്കുന്ന, ഈ റിമാൻഡിൽ കിടക്കുന്ന അവര് റിമാൻഡിലെ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞാൽ മതി, ഇതിലൊന്നും വേണ്ട. ആ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ എഴുതി കൊടുത്താൽ മതി, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ഞങ്ങളുടെ കണക്ഷന്റെ ആൾക്കാർ ഇനി ഇങ്ങനെ എന്റെ മക്കളിൽ നിന്ന് ഉണ്ടാക്കിയാന്ന് കൊടുത്താൽ പോരെ. അത് തന്നെയാ മന്ത്രി പറഞ്ഞത്. അപ്പൊ എന്തിനാണ് അതിന് ബലം പിടിക്കുന്നത്? അതിന് പിന്നിൽ ഈ മക്കളുടെ രാഷ്ട്രീയമാണെന്നുള്ളവരെ എല്ലാവർക്കും തിരിച്ചറിയാം. ശരി, ഇതിലേക്ക് ഒരു രാഷ്ട്രീയം വലിച്ചഴിച്ചു കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിലെ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, KSEB ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നും നമ്മൾ ഒരു കാരണവശാലും ന്യായീകരിക്കില്ല. അതിന് കൃത്യമായ നിയമ വഴിയിലൂടെ തന്നെ അതിൽ അക്രമികൾക്കെതിരെ അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണം എന്നതിൽ നമുക്കൊരു സംശയവുമില്ല. പക്ഷെ മറുഭാഗത്ത് ഈ രണ്ടുപേരുടെ പ്രശ്നം അത് നമ്മൾ എങ്ങനെ ന്യായീകരിക്കും എന്നുള്ളതാണ്. ശ്രീമതി മറിയം, ഇപ്പോൾ ഇതിൽ KSEBയുടെ നിലപാട് അവർ നേരത്തെ മന്ത്രി പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അക്രമം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് തന്നാൽ ഇന്ന് തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അത് ആ തരത്തിലേക്കൊരു ഉറപ്പ് നിങ്ങളുടെ ഭാഗത്ത് നിലവിൽ അത് അങ്ങനെ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് നിങ്ങൾ പോയാൽ ഇന്ന് തന്നെ വൈദ്യുതി കണക്ഷൻ കിട്ടുമെന്നുള്ളതാണ് നമ്മളുടെ ആവശ്യവും അത് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് നിങ്ങൾ പോകാൻ തയ്യാറാണോ? ഹലോ കേട്ടോ, എൻ്റെ ചോദ്യം കേട്ടോ? ഹലോ, ആ കേട്ട്. ഹലോ, അതെ, എൻ്റെ ചോദ്യം ഇതാണ്. അതായത് ഇപ്പോൾ KSEB പറയുന്നത് ഇന്ന് തന്നെ, മന്ത്രിയും പറയുന്നത് അതാണ്, ഇന്ന് തന്നെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ തയ്യാറാണ്, അക്രമം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകണം. അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അക്രമം ഉണ്ടായെങ്കിലല്ലേ നമ്മൾ അക്രമത്തിന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കേണ്ടിയുള്ളത്? അല്ല, ഇതിനു മുൻപും ഇങ്ങനെ ഭീഷണിപ്പെടുത്തലൊക്കെ പതിവാണ് എന്നതാണ് KSEB പറയുന്നത്. മറിയം, നമ്മളിപ്പോ അത്തരം കാര്യങ്ങൾ, അതായത് KSEB ചെയർമാന്റെ വാർത്താക്കുറിപ്പാണ്, അത് സാധാരണ താഴെ തലത്തിൽ നിന്ന് വന്നതല്ല, KSEB ചെയർമാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നതാണ്. മുൻപും ഇത്തരത്തിലേക്ക് അക്രമവും ഭീഷണിയും പതിവാണ്. ബില്ലടയ്ക്കാതെ കണക്ഷൻ വിച്ഛേദിക്കാനെത്തുമ്പോൾ വാക്കുതർക്കവും ഭീഷണിയും പതിവാണ് എന്ന് പറയുന്നു. കൂടാതെ നമുക്ക് ഞാൻ കണ്ട ഒരു രേഖ കൂടി താങ്കളോട് പറയാം. അതായത് 2022 പോലീസിന് കൊടുത്തിട്ടുള്ള ഒരു പരാതിയാണ് ഈ KSEB സെക്ഷൻ അവിടെ നിന്ന് കൊടുത്തിട്ടുള്ള പരാതി. ഞങ്ങൾക്ക് സുരക്ഷ നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നിങ്ങളുടെയൊക്കെ ഈ കണക്ഷൻ, താങ്കളുടെ ഭർത്താവിൻ്റെ പേരിലുള്ള ആ കണക്ഷൻ എടുത്തു പറഞ്ഞുകൊണ്ടാണ്, ഇന്നയിടത്തെ കണക്ഷൻ അത് വിച്ഛേദിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് അക്രമം നേരിടുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അതുകൊണ്ട് പോലീസ് സംരക്ഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് 2022 നൽകിയ ഒരു പരാതി അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുകയാണ് മറിയം. ഒരുപക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടാകില്ല, മക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകാം അങ്ങനെയുള്ള ഭീഷണിയൊക്കെ വരുന്നത്. പക്ഷെ നിലവിൽ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് പേടിയാണ് ഇനി പുനഃസ്ഥാപിക്കാൻ പോകാനെന്നാണ്. ഇനി ഭാവിയിലാണെങ്കിലും, ഇപ്പം ഇന്നല്ല ഭാവിയിലാണെങ്കിലും അതുണ്ടാകില്ല എന്ന് ഉറപ്പ് കൊടുത്താൽ ഇന്ന് തന്നെ കിട്ടും കണക്ഷൻ. അത് ഞാൻ 2022 ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഹലോ, പറയൂ. 2022 പിന്നെ നമ്മൾ ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ വയറ് പുറത്തേക്ക് ചാടി നിന്നിനി. ആ വയറ് ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടി ഒരു ലൈമേം എന്ന് പറഞ്ഞ് നമ്മളോട് വീട്ടിൽ വന്നിട്ട്, അന്നേരം അത് ഒരു ലൈമേനല്ല പ്ലംബിങ്ങുകാരനെ വിളിച്ചിട്ട് ചെയ്യാൻ വേണ്ടി, പ്ലംബിങ്ങുകാരൻ വന്ന താമസം കാരണം ഈ പറയുന്ന ഉദ്യോഗസ്ഥന് ഇപ്പം ഇന്നലെ ഇവിടെ വന്ന് പോസ്റ്റുമേ കയറി കട്ട് ചെയ്ത് അതിൽ സിയാബ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് KSEBയിലെ. അവനാണ് അന്ന് അത് നമ്മളോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിനെ. അങ്ങനെ അത് ചെയ്യാൻ വയറിങ്ങുകാർ വന്നപ്പോഴത്തേന് സമയം വൈകിയതിന് അവൻ നമ്മളെ പേരിൽ വീട്ടിൽ വന്നിട്ട് നമ്മളെ കറണ്ട് കട്ട് ചെയ്യാനും മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തതാണ്. നമ്മളെ വീട്ടിലെ മുകളിലേക്ക് ഒരു വയറ് കയറിപ്പോണ്ടേന്, അത് ഞങ്ങളെ വീട്ടിൻ്റെ കണക്ഷൻ്റെ ഉള്ളിൽ നിന്ന് നേരിട്ടെടുത്ത
വയറുപയോഗം കട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് അന്ന് ആ പ്രശ്നം ഉണ്ടായത്. നമ്മളെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയത് അവനന്ന്. മുകളിൽ എന്തെങ്കിലും വലിച്ച് കറണ്ട് എന്തോ എടുത്തോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അങ്ങനെ അത് നമുക്ക് പിന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞ് അവരെയും ഞങ്ങളെയും വിളിച്ചിരുത്തിയിട്ട് ഇനി അങ്ങനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞതാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങനെ എന്നും കച്ചറക്കാരായിട്ടല്ല പറഞ്ഞത്. ഇതിലിപ്പോ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ എന്താണ്, തിരുവമ്പാടി പോലീസ് സ്റ്റേഷന് സമീപം റസാഖ് യൂസി, നിങ്ങളുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, കൺസ്യൂമർ നമ്പർ -- അതെല്ലാം ഉണ്ട്. ഇത് വൈദ്യുതി കുടിശ്ശിക വരുത്തിയത് മൂലം ഡിസ്കണക്ട് ചെയ്യാതിരിക്കാൻ പണമടയ്ക്കേണ്ട അവസാന തീയതി 28/12/2022 ആയിരുന്നു. ഫോൺ മുഖേന പലതവണ ആവശ്യപ്പെട്ടിട്ടും കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ ഇന്ന്, അതായത് 31/12/22 ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപായി ഇത്തരം കണക്ഷൻ വിച്ഛേദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ എല്ലാ തവണയും ഡിസ്കണക്ഷൻ ലിസ്റ്റിൽ വരുന്ന ഈ ഉപഭോക്താവിൻ്റെ കണക്ഷൻ വിച്ഛേദിക്കുന്ന അവസരത്തിൽ ജീവനക്കാർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു. ആയതിനാൽ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നതിലേക്ക് തിരുവമ്പാടി പോലീസ് സ്റ്റേഷന്റെ സഹായം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപേക്ഷ. അതാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഭീഷണിയെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ താങ്കൾക്ക് അറിവുണ്ടായിരിക്കില്ല, താങ്കളുടെ ഭർത്താവിന് അറിവുണ്ടായിരിക്കില്ല. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അത് പോലീസ് സ്റ്റേഷനിൽ പരാതിയായി കിടപ്പുമുണ്ട്. ശ്രീ സെയ്തലവി, ഇപ്പോൾ KSEB ചെയർമാൻ്റെ വാർത്താക്കുറിപ്പ് അല്പസമയം മുൻപ് വന്നതിലും ഇവർക്ക് ഉള്ള കണക്ഷനുകളുടെ എണ്ണം പറയുകയാണ്. അത് വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് ഒട്ടേറെ കണക്ഷനുകളുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായി നടക്കുന്നതാണ്. ഇത്തരത്തിലേക്ക് പണം അടയ്ക്കാതിരിക്കലും പിന്നീട് വിച്ഛേദിക്കപ്പെടുന്നു, അതിനുശേഷം അവിടെ ഭീഷണി, ഇതൊക്കെ നടക്കാറുള്ളതാണ് സ്ഥിരം. ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയതും ഒരു പരാതിയാണ്. അത് പോലീസിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം വേണം, ഞാനത് വായിച്ചല്ലോ, താങ്കളത് കേട്ടു. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായി നടക്കുന്നൊരു കാര്യമായിരിക്കും. ഒരുപക്ഷെ ഈ വൃദ്ധരായ മാതാപിതാക്കൾക്ക് അതേക്കുറിച്ച് അത്ര അറിവുണ്ടായിരിക്കില്ല. മക്കൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെയുള്ളത് അവരറിയുന്നുണ്ടാകില്ല. ഇതിപ്പോൾ മന്ത്രി പറയുന്നതും KSEB പറയുന്നതും ഉറപ്പ് വേണം, അക്രമം ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വേണം. സ്ഥിരമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങളിത് നൽകാൻ തയ്യാറാണ് എന്ന്. അപ്പോൾ നമ്മൾ ആ തരത്തിലേക്ക് ചിന്തിച്ചപ്പോൾ ഇവരുടെ ഒരു രോഗാവസ്ഥയൊക്കെ പരിഗണിച്ച് അതിന് ആ തരത്തിലേക്ക് നീങ്ങാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സെയ്തലവി? ഇവർ ആരോടാണ് പറയേണ്ടത് ഇനിയൊരു അങ്ങനെ ഒരു അക്രമം ഉണ്ടാവില്ല എന്ന്? അക്രമം ഉണ്ടായി എന്ന് പറയപ്പെടുന്നവർ റിമാൻഡിലാണ്. ഇത് ശരിക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എടുത്തിരിക്കുന്ന ഒരു നിയമവശമാണ്. തിരുവമ്പാടി പോലീസ് FIR ഇട്ട് പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം KSEB നടത്തുന്നത് സമാന്തര ജുഡീഷ്യറിയാണ് നടത്തുന്നത്. അല്ല, അതിപ്പോ നമുക്ക് എന്തായാലും ഇത് KSEB ചെയർമാനും മന്ത്രിയും ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ നിയമവഴിയിൽ നമുക്കും നിയമവഴി തേടി അതിൽ മുന്നോട്ട് പോകാം. അത്യാവശ്യമായി നമ്മൾക്ക് വേണ്ടത് എന്താണ്? കറണ്ടാണ്. അതില് ന്യായീകരിക്കാനായി വന്നിരിക്കുന്ന അദ്ദേഹം തന്നെ പറയാവുന്നതാണല്ലോ. അല്ല, ഇപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയം ഈ ചർച്ച തീരുമ്പോ തന്നെ ഇവിടെ സാഹചര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് കാര്യങ്ങൾ ഇവിടെ തെളിഞ്ഞു. എന്താ ആ ഉമ്മ പറയുന്നു ഞങ്ങൾ ആക്രമിച്ചെങ്കിലല്ലേ എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. സ്വന്തം മകൻ പറയുന്നു മാലിന്യം ഒഴിച്ചതായിട്ട് പറഞ്ഞതായിട്ട് നിരവധി വാർത്തകൾ പുറത്തു വരിക. അപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് ഇത് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെ നാറ്റിക്കാൻ, ആ ഡിപ്പാർട്ട്മെന്റ് നാറ്റിക്കാൻ നീട്ടിക്കൊണ്ടു. ശരി, ഏതായാലും ഇതിലിപ്പോ ഈ തരത്തിലേക്ക് ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ടുന്ന ഒരു വിഷയമാണെന്ന് നമ്മൾ കരുതുന്നില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത സെയ്തലവിക്കും മറിയത്തിനും റെജി ലൂക്കോസിനും ഹരിലാലിനും നന്ദി. ഇപ്പോൾ ഈ വിഷയത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. KSEB ഓഫീസിലേക്കാണ് പ്രതിഷേധം. ആ പ്രതിഷേധം സംഘർഷത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. സമീർ C. മുഹമ്മദ് ഉണ്ട്. സമീർ, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്, കൂടാതെ അവിടെ നിരാഹാര സമരമൊക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രതിഷേധം നടക്കുന്നത്? വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ റാന്തൽ വിളക്കേന്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇപ്പോൾ KSEBയുടെ സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് എത്തിയിരിക്കുന്നു. ഇവിടെ പോലീസ് എത്തിക്കൊണ്ട് ആ മാർച്ച് തടഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള ഉന്തും തള്ളുമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. ഈ സംഭവത്തിൽ KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വിചിത്രമായ ഒരു നടപടിയാണ് KSEB ചെയർമാന്റെ ഭാഗത്തു നിന്നും ഒപ്പം അതിനെ പിന്തുണച്ചുകൊണ്ട് മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നും പ്രതിഷേധക്കാർ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ റാന്തൽ വിളക്കുകൾ ഏന്തിക്കൊണ്ടാണ് KSEBക്കെതിരായിട്ടുള്ള ഈ ഒരു പ്രതിഷേധം.
എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകാതെ അതിന്റെ നേതാക്കൾ ഇത് നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുന്നുണ്ട്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അനുജ, തിരുവമ്പാടി KSEB ഓഫീസിലേക്കാണ് വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അവർ മുദ്രാവാക്യം മുഴക്കിയൊക്കെയുള്ള പ്രതിഷേധം നേരത്തെ ഒരു അല്പം സംഘർഷത്തിലേക്ക്, ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്ന കാഴ്ച കണ്ടു. എന്നാൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പ്രതിഷേധം തുടരുന്നു. ഒപ്പം നിരാഹാര സമരവും അവിടെ നടക്കുന്നുണ്ട്. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു.